അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് MSFന്റെ കോഴിക്കോട് ജില്ലാ ട്രഷറർ നംഷിദ് പുതുക്കാട് അവരുകളാണ്. ഇതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിമന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹബീബ് റഹ്മാൻ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലെ പ്രഗത്ഭനായ പ്രിയപ്പെട്ട നാസർ സാഹിബ്, പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജെസ്സി, പ്രിയപ്പെട്ട KK ബഷീർ മാസ്റ്റർ, പ്രിയപ്പെട്ട റഷീദ് വള്ളിയോട്ട്, എൻ്റെ സുഹൃത്തും MSFന്റെ തിരുവമ്പാടി നിയോജക മണ്ഡലം ട്രഷറും തിരുവമ്പാടി നിയോജക മണ്ഡലം MLA-യുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ഷമീർ, പ്രിയപ്പെട്ട ബാലുശ്ശേരി നിയോജക മണ്ഡലം MSFന്റെ പ്രഗത്ഭനായ സെക്രട്ടറി സുൽഫി കാന്തപുരം, വേദിക്കകത്തും പുറത്തും അണിനിരന്നിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഹരിത പതാക വാനിലുയർത്തി മുസ്ലിം ലീഗ് സംഘടനയെ മാറോട് ചേർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു നല്ല പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചവരും നിങ്ങളെ കണ്ട് അഭിസംബോധന ചെയ്യാൻ സാധിച്ചവരും ഞാൻ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ എന്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇവിടുത്തെ ഭാരവാഹികളുമായി സംസാരിച്ച സമയത്ത് ഇതൊരു പുതിയ യൂണിറ്റാണെന്നും പുതിയൊരു സംരംഭമാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. ഒന്ന് ഉറപ്പിച്ചു പറയാം, എന്റെ മുമ്പിലിരിക്കുന്ന യുവത്വത്തെ നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, നാളെ ഈ മേഖലയിൽ ഈ പ്രദേശത്ത് ഉയർന്നു പൊങ്ങുന്ന പതാക പാലക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഹരിത പതാക തന്നെയായിരിക്കും. ആ ഹരിത പതാകയ്ക്ക് കരുത്തേകാനും സംരക്ഷണമേകാനും ഇവിടുത്തെ യുവജനത തയ്യാറാണ് എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു ക്യാമ്പ് നൽകുന്ന ചിത്രം. നേരത്തെ നാസർ സാഹിബും അതേപോലെ തന്നെ ഷാഹിറൊക്കെ ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന, യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടന, നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ നിശിതമായി വിമർശിക്കലോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയെ പൊതുശത്രുവായി കാണലോ അല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗതികൾക്കും അക്ഷരനർക്കും നിലാലംബർക്കും വേദന അനുഭവിക്കുന്നവർക്കും പ്രയാസമനുഭവിക്കുന്നവർക്കും ദുഃഖമനുഭവിക്കുന്നവർക്കും ഒരു നേരം കൈത്താങ്ങായി പ്രവർത്തിക്കാനുള്ള ഒരു സംഘടനയായിട്ടാണ് മുസ്ലിം ലീഗിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഇബാദത്തായി കാണുന്നവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. മുസ്ലിം ലീഗിന്റെ ശാഖകളിലും പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗിന്റെ യോഗങ്ങളും ഒക്കെ തന്നെ പറയുന്ന കാര്യങ്ങൾ നല്ലത് ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, രോഗികളെ സഹായിക്കണം. ഇതൊക്കെ ഒരു അറിവിന്റെ കേന്ദ്രങ്ങളാണ്. ഒരു പുതിയ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കേന്ദ്രങ്ങളായി മുസ്ലിം ലീഗിന്റെ ക്യാമ്പുകൾ മാറുന്നു എന്നുള്ളപ്പോൾ അഭിമാനകരമായ ഒരു രാഷ്ട്രീയത്തിന്റെ പിന്നിലാണ് കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് നാം കൂടെ നിന്നതെന്ന് പറയുമ്പോൾ അഭിമാനം തന്നൊരു സംഘടനയുടെ പിന്നിലാണ് നമ്മളുള്ളത്. അറിവിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്ന പ്രദേശങ്ങളാണ് മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്, ക്യാമ്പുകൾ നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്നു. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുക്കുന്നത് കേട്ട് സഹാബത്ത് മുന്നിലിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ വേദിയിലേക്ക് ഒരു വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ കടന്നു വരുന്നു. വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ കടന്നു വന്ന് ആ സദസ്സിലുള്ള എല്ലാവരെയും ആ വെള്ള മനുഷ്യൻ നോക്കി. വന്ന മനുഷ്യൻ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാളെ മാത്രം നോക്കിയിട്ട് വന്ന മനുഷ്യൻ അതേപോലെ തിരിച്ചുപോയി. വന്ന മനുഷ്യൻ തിരിച്ചുപോയപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലയോ പ്രവാചക, ആരാണ് വന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയാതിരിക്കാൻ വന്നിയ വന്നത് റൂഹിനെ പിടിക്കുന്ന മനുഷ്യർ സറാഹിയാണ്. പേടിയോടെ ഭീതിയോടെ നിന്ന സഹാബത്ത് ചോദിച്ചു, അല്ലയോ റസൂലേ, എന്തിനാണ് വന്നത്? റസൂലുള്ളാഹി പറയുന്നു, ഈ സദസ്സിൽ വന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാനാണ് വന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന സദസ്സിൽ
ഒരാളെ മാത്രം നോക്കിയിട്ടാണ് വന്ന മലക്ക് കടന്നുപോയത്. ആ മനുഷ്യൻ എഴുതിച്ചെന്ന് ചോദിക്കുന്നു, പ്രവാചകരെ, 100-ൽ പരം ആളുകളുള്ള ഒരുപാട് ആളുകളുള്ള ഈ സദസ്സിൽ എന്തിനാണ് പ്രവാചകരെ എന്നെ മാത്രം നോക്കിയത്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, അല്ലയോ മനുഷ്യഹാബത്തെ, പറയാതിരിക്കാൻ വയ്യ. നിന്നെ മാത്രം നോക്കാനുള്ള കാരണം ഈ ഭൂമി ലോകത്തിൽ നീ ഇനി 2 മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ മരണം ആദ്യമേ പ്രഖ്യാപിക്കുകയാണ്. 2 മണിക്കൂർ മാത്രമേ നീ ജീവിച്ചിരിക്കുള്ളൂ. നമ്മോടാണത് പറഞ്ഞിരുന്നെങ്കിൽ 2 മണിക്കൂർ വേണ്ട, 2 മിനിറ്റ് കൊണ്ട് നമ്മൾ മരിച്ചു പോകും. ആ സഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകനെ, ഈ 2 മണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ സ്വർഗത്തിലെത്തും? അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ മറുപടി മാതൃകാപരമായൊരു മറുപടിയായിരുന്നു. ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അഭ്യസ്തവിദ്യരാവണമെന്ന് പഠിപ്പിച്ചൊരു മതം. പ്രവാചകൻ പറയുന്നു, 2 മണിക്കൂർ കൊണ്ട് നീ സ്വർഗത്തിലെത്തണമെങ്കിൽ നിസ്കരിക്കാനല്ല പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാനല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 2 മണിക്കൂർ കൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് പുതിയത് പഠിച്ചാൽ, ഈ 2 മണിക്കൂർ കൊണ്ട് നീ എന്തെങ്കിലും ഒരു പുതിയ അറിവ് സമ്പാദിച്ചാൽ നീ നാളെ സ്വർഗത്തിലെത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, അറിവിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണുള്ളത്. വലിയ സ്ഥാനമാണ് ഇസ്ലാം അറിവിന് നൽകുന്നത്. മുസ്ലിം ലീഗിന്റെ ക്യാമ്പുകളും MSFന്റെ ക്യാമ്പുകളും ഒക്കെ അറിവിന്റെ വാഗ്ദോരണികൾ തുറന്നിടാറുണ്ട്. മഹാനായ CH പറഞ്ഞത്, സ്റ്റഡി അഗെയിൻ ആൻഡ് അഗെയിൻ സ്റ്റഡി. അല്ലയോ വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കണമെന്നാണ് മഹാനായ CH പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ 6ാം പതിറ്റാണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പുതിയതായി എന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നു. എന്താണ് ലീഗ്? എന്തിനാണ് ലീഗായത്? എന്താണ് ലീഗ് ചെയ്തത്? ഈ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. നമ്മൾ അറിയണം, 1948 ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിയെ നമ്മളൊന്ന് വിലയിരുത്തണം. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക്. ഈ രാജ്യം പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന വലിയൊരു രാജ്യമായിരുന്നു ഈ പ്രദേശമൊക്കെ. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞ് 2 രാജ്യങ്ങളായി മാറിപ്പോകുന്നു. രാജ്യത്ത് ജീവിച്ചിരുന്ന മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിലേക്ക് പോയ സമയത്ത് ഞാൻ പിറന്നു വീണത് ഭാരതത്തിലാണ്, ഞാൻ ഇവിടെയാണ് ജീവിക്കുക എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് തന്നെ നിന്നു. അവർ നോക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന 1948 മാർച്ച് 10 വരുന്നു. മുസ്ലിം ലീഗ് വന്ന സമയത്ത് പലരും ചോദിച്ചു, എന്തിനാണ് ലീഗ്? ലീഗ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ലീഗ് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? മഹാനായ പ്രിയപ്പെട്ട ഈ സമയത്ത് ഗൈഡനിലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് പറഞ്ഞ മറുപടി, ലീഗ് കൊണ്ട് ഗുണമുണ്ട്. ഞങ്ങൾ ഈ ലീഗ് ഉണ്ടാക്കുന്നത്, ലീഗ് ഉണ്ടാക്കുക 1948 മാർച്ച് 10 മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുമ്പോൾ മലബാറിൽ നിന്നുള്ള PT മുഹീദ്ദീൻ കുട്ടി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു മുസ്ലിം ലീഗ് വേണമെന്നുള്ള പ്രമേയം അന്ന് അവതരിപ്പിച്ചത്. ഇതേ മുഹീദ്ദീൻ കുട്ടി തന്നെ മുസ്ലിം ലീഗ് വേണ്ട എന്നുള്ള പ്രമേയം കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവതരിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം, ലീഗിനെ ആരാണോ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതേ ആളുകൾ തന്നെ അതിന്റെ സ്വരൂപത്തിൽ അതിനെ നുള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നർത്ഥം. ഈ രാജ്യത്തെ മുഴുവൻ പാർട്ടി ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും നോക്കിക്കൊണ്ട് പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? മുസ്ലിമേ, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല. ഭാരത് കെ മുസൽമാൻ കെ ദോനം സ്ഥാൻ, ഏക് സ്ഥാൻ പാകിസ്ഥാൻ, ദൂസരെ സ്ഥാൻ ഖബർസ്ഥാൻ. ഭാരതത്തിന്റെ മുസ്ലിമേ, എനിക്ക് 2 സ്ഥാനമേ ഉള്ളൂ. ഒന്നുകിൽ നീ പാകിസ്ഥാനിലേക്ക് പോകണം, ഏക് സ്ഥാൻ പാകിസ്ഥാൻ, ദൂസരെ സ്ഥാൻ ഖബർസ്ഥാൻ, അല്ലെങ്കിൽ നീ ഖബർസ്ഥാനിലേക്ക് പോകും. ഹിന്ദുസ്ഥാൻ കാ ഹിന്ദു കാ നെഹി കിസി കാ വാപ്പാ കാ. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റേതാണ്, അതൊരു വാപ്പാന്റെ സ്വത്തല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കാലഘട്ടം. ഇവിടെ നിന്ന് 2 സമുദായങ്ങൾ തമ്മിൽ തല്ലി മരിക്കുമ്പോൾ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കറാച്ചിയിലേക്ക് പോകുന്ന തീവണ്ടിയുടെ മുന്നിൽ ഒരു ഹിന്ദുവിനെ കൊന്നിട്ട്, ഇത് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ കൊന്നിട്ട്, ഇത് പാകിസ്ഥാന്റെ മുസ്ലിങ്ങൾക്കുള്ള സമ്മാനമാണെന്ന് തീവ്രവാദികൾ കറാച്ചിയിലേക്ക് പോകുന്ന തീവണ്ടിയുടെ മുന്നിൽ മുസ്ലിമിനെ കൊന്ന് പാകിസ്ഥാന് സമ്മാനം കൊടുത്തു. കറാച്ചിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് കടന്നു വരുന്ന തീവണ്ടിയുടെ മുന്നിൽ ഒരു ഹിന്ദുവിനെ കൈപ്പുറത്ത് കൊന്നിട്ട് പാകിസ്ഥാനിലെ തീവ്രവാദികൾ എഴുതി വെച്ചു, ഗിഫ്റ്റ് ഫോർ ഇന്ത്യൻസ്, ഇത് ഇന്ത്യക്കാരന് പാകിസ്ഥാന്റെ സമ്മാനം. ഈ സമയത്ത് ഇവിടെ നിന്നുപോയ മുസ്ലിങ്ങൾക്കൊരു നേതൃത്വമില്ലായിരുന്നു. ആരുണ്ട് മുസ്ലിങ്ങൾക്കൊരു നേതൃത്വം എന്ന് പറഞ്ഞപ്പോൾ ആരും വന്നില്ല. എല്ലാവരും പേടിച്ചുപോയി. മുസ്ലിം ലീഗായത്തിന്റെ പേരിൽ പലരും ജയിലുകൾ അടക്കപ്പെട്ടു.
ആരാണ് ലീഗ് എന്ന് പറയാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടം മഹാനായ കായികരംഗത്ത് ലീഗ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ലീഗ് ഉണ്ടാക്കുന്നത് മൈ എയിം ടു പ്രൊവൈഡ് ദ ഹോണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് ഇന്ത്യൻ മുസ്ലിം. എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായ ഒരു അസ്തിത്വം നൽകുക എന്നുള്ളതാണ്. കായികരംഗത്ത് വീണ്ടും പറഞ്ഞു, അല്ലയോ കൂട്ടരെ, നിങ്ങൾ ഈ ലീഗ് കൊണ്ട് സ്വപ്നം കാണരുത് കേട്ടോ. നിങ്ങളൊരു MLA ആകാമെന്ന് നിങ്ങൾ സ്വപ്നം കാണരുത്. നിങ്ങളൊരു വാർഡ് മെമ്പർ ആകാമെന്ന് നിങ്ങൾ സ്വപ്നം കാണരുത്. നിങ്ങളൊരു മന്ത്രിയാകാമെന്ന് സ്വപ്നം കാണരുത്. നിങ്ങളൊരു MP ആകാമെന്ന് സ്വപ്നം കാണരുത്. നിങ്ങളൊരു ചെയർമാനാകാമെന്നോ ഒരു അധികാര ശ്രേണിയും ഈ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നിങ്ങൾ സ്വപ്നം കാണരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ പാർട്ടി കൊണ്ട് ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം രാജ്യത്തെ മുസ്ലിമിന്, രാജ്യത്തെ ന്യൂനപക്ഷത്തിന് ഒരു പ്രയാസം വരുമ്പോൾ ഒന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ച് നമ്മുടെ ദുഃഖത്തിലൊന്ന് പങ്കുചേരാനുള്ള ഒരു സംഘടന മാത്രമാണ് ലീഗ്. അല്ലാതെ ലീഗ് കൊണ്ട് നിങ്ങളൊന്നും സ്വപ്നം കാണരുതെന്ന് മഹാനായ കായികരംഗത്ത് നമ്മോട് പറഞ്ഞു. നോക്കൂ നിങ്ങൾ എത്ര പ്രയാസങ്ങൾ അതിനുശേഷം നമ്മൾ തേടി വന്നു. ലീഗ് ഉണ്ടാക്കിയ സമയത്ത് പലരും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ലീഗിനെ പിരിച്ചുവിടണം, ലീഗിന് ആവശ്യമില്ല, ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആവശ്യമില്ല. ചോദിച്ചു, മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രശ്നമോ? കണ്ണുനീരിന് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ബുദ്ധന്റെയും ജൈനിന്റെയും കണ്ണുനീരിന് ഒരേ വഴിയല്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും അതേപോലെ തന്നെ ബുദ്ധന്റെയും ജൈനിന്റെയും ബിഷപ്പിന് ഒരേ ബിഷപ്പല്ലേ? അവന്റെ വിയർപ്പിനുടെ ഗന്ധമല്ലേ? പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു വിയർപ്പുണ്ടോ? മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു ബിഷപ്പുണ്ടോ? മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു പ്രയാസമുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരു പ്രയാസമാണ്. ലീഗ് വേണ്ട, ലീഗ് കൊണ്ട് ആവശ്യമില്ല. മഹാനായ CH പലരും പറഞ്ഞത്രേ, അല്ലെങ്കിൽ CH, നിങ്ങൾ ആ ലീഗ് വിട്, നിങ്ങൾ ആ ലീഗിന്റെ കൂടെ നിൽക്കണ്ട. നിങ്ങൾ ലീഗ് വിട്ട് വന്നാൽ നിങ്ങളെ ഞങ്ങൾ സൗദിയുടെ അംബാസിഡറാക്കാം, നിങ്ങളെ ഞങ്ങൾ ഖത്തറിന്റെ അംബാസിഡറാക്കാം, നിങ്ങളെ ഞങ്ങൾ ഓസ്ട്രേലിയയുടെ അംബാസിഡറാക്കാം, നിങ്ങളെ ഞങ്ങളുടെ മഹാരാഷ്ട്രയുടെയോ കർണാടകയുടെയോ തമിഴ്നാടിന്റെയോ മേഘാലയയുടെയോ ഗവർണറാക്കാം. CH, എന്തിന് നിങ്ങൾ അവിടെ നിൽക്കുന്നു? CH, ചെറിയ പാർട്ടി, ആരുമില്ലാത്ത പാർട്ടി, വർഗീയമായ പാർട്ടി, എന്തിനവിടെ നിൽക്കുന്നെന്ന് ചോദിച്ചപ്പോൾ മഹാനായ CH അവരോട് പറഞ്ഞ മറുപടി, നിങ്ങൾ എനിക്ക് വെച്ചു കിട്ടുന്ന ഗവർണർ സ്ഥാനമോ, നിങ്ങൾ എനിക്ക് വെച്ചു കിട്ടുന്ന അംബാസിഡർ സ്ഥാനമോ, നിങ്ങൾ എനിക്ക് വെച്ചു കിട്ടുന്ന സ്പീക്കർ സ്ഥാനങ്ങളോ ഒന്നുമല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് മാമലകൾക്ക് ഒപ്പനത്തുള്ള മലയാളികളുടെ മനസ്സിൽ ഒരു കൊച്ചു കോലയായി ജീവിച്ചാൽ മതിയെന്ന് മറുപടി കൊടുത്തു CH. ആ കാലഘട്ടത്തിൽ ലീഗ് എന്ന് പറയുന്ന സംഘടനയെ സ്വപ്നം കാണാത്തവരുടെ മുന്നിൽ മഹാനായ CH പറഞ്ഞത്, ഒരു കാലം വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്. ആ കാലത്തിൽ നാണയത്തിന്റെ മുകളിൽ ചെന്ന് ആരെങ്കിലും മുസ്ലിം ലീഗ് സിന്ദാബാദ് വിളിച്ചാൽ, അങ്ങനെ കന്യാകുമാരിയുടെ മുറമ്പിൽ മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ സിന്ദാബാദ് വിളിക്കുന്ന ഒരു കാലം എന്റെ പാർട്ടിക്ക് വരാനുണ്ട്. മഹാനായ CH വീണ്ടും പറയുന്നു, CH പറയുന്നു, ഗർഭസ്ഥ ശിശുവിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും മുസ്ലിം ലീഗ് എന്ന് ഉറക്കം വിളിച്ചാൽ അവിടെ നിന്ന് സിന്ദാബാദ് കേൾക്കുന്ന ഒരു കാലം എന്റെ പാർട്ടിക്ക് വരാനുണ്ടെന്ന് CH പറഞ്ഞപ്പോൾ പലരും അവിശ്വസിച്ചിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകുമോ? അങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ലല്ലോ. മുസ്ലിം ലീഗ് ഇത്തരം വളരാൻ സാധിക്കില്ലല്ലോ. മഹാനായ CH കോഴിക്കോട് മത്സരിക്കുന്നു. കുറ്റിച്ചെറിയിൽ മഹാനായ CH മത്സരിക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന പ്രായം കൂടിയ ആളുകൾക്ക് CH അറിയാം. അവരവരുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാകും, അവരവരെ കണ്ടിട്ടുണ്ടാകും, CH കൂടെ ജീവിച്ചവരായിരിക്കാം. ഞങ്ങളൊക്കെ വായനകളിലൂടെ മാത്രമേ CH പഠിച്ചിട്ടുള്ളൂ, CH അറിഞ്ഞിട്ടുള്ളൂ. മഹാനായ CH കുറ്റിച്ചെറിയിൽ മത്സരിക്കുന്നു. CH കുറ്റിച്ചെറിയിൽ മത്സരിക്കുമ്പോൾ എതിരെ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞത്, CH എങ്ങാനും വിജയിച്ചാൽ, കോൺഗ്രസിനെങ്ങാനും നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് നാടുകെടുത്തുമെന്ന് ഞെട്ടിച്ചിരുന്ന കാലഘട്ടം. ലീഗ് എന്ന് പറഞ്ഞ് പതാക പൊക്കാൻ പറ്റാത്ത കാലഘട്ടം, ലീഗ് എന്ന് പറഞ്ഞാൽ അവനെ ജയിൽ അടക്കുന്ന കാലഘട്ടം. EMS എന്ന് വിമർശിച്ചത് കറുത്ത കോട്ടുകെടുത്ത് നടക്കുന്ന കാക്കാമാരുടെയും തലയിൽ വെളുത്ത കെട്ടുകെട്ടിയ കാക്കമാരുടെയും കാക്കാത്തിമാരുടെയും കാലം കഴിഞ്ഞാൽ ഈ പതാകത്തിന് പിന്നിൽ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ കാലഘട്ടം. അവിടുന്ന് നമ്മൾ വന്നത്, വിമർശനങ്ങളിലൂടെയാണ് നമ്മൾ വന്നത്. ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു തളികപ്പാത്രയിൽ ഒന്നും നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടില്ല. നമ്മളെ ആരും സ്നേഹിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, ഏതൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ നേടിയെടുത്തു. മലപ്പുറം ജില്ല ലീഗ് നേടിയെടുത്തു. അറബി ഭാഷകളെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന സമയത്തൊന്നും ആരും നമുക്ക് കൊണ്ടു തന്നതല്ല. ഒരു തളികയിൽ കൊണ്ടുവന്ന് ഇന്നത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് തന്നതല്ല നമുക്ക്. വിമർശനങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ നേടിയെടുത്തത്. നിങ്ങൾ അറിയാം മലപ്പുറം ജില്ലയുടെ രൂപീകരണം. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് മഹാനായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ശ്രമിച്ചപ്പോൾ അന്നത്തെ പ്രഗത്ഭര് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞ ഒരു വാചകമുണ്ട്. മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് രൂപീകരിക്കാനുള്ള കാരണം തിരൂര് കടപ്പുറത്ത് കൂടി പാകിസ്ഥാന്റെ ചാരന്മാർക്ക് കേരളത്തിലേക്ക് കടന്നു വരാനും അതുവഴി കേരളത്തിൽ തീവ്രവാദം നടത്താനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ലീഗിന്റെ നേതാക്കന്മാരുടെ ഒത്താശയാണ്.
തിരൂരിന്റെ കടപ്പുറത്ത് കൂടി ഇവിടേക്ക് പാകിസ്ഥാന്റെ ചാരന്മാർ വരും. പാകിസ്ഥാൻ ചാരന്മാർക്ക് ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ലീഗ് കൂട്ടുനിൽക്കും. മഹാനായ CS അതിന് മറുപടി പറഞ്ഞത്, അങ്ങനെ ഏതെങ്കിലും പാകിസ്ഥാന്റെ ചാരന്മാർ തിരൂര് കടപ്പുറത്ത് കൂടി കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നാൽ ആ പാകിസ്ഥാന്റെ ചാരന്മാരെ നേരിടാൻ അങ്ങ് കുപ്പവാരയിലെ കാശ്മീരിലെ കുപ്പവാരയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യയുടെ പട്ടാളത്തെയോ അങ്ങനെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ജോലി ചെയ്യുന്ന ഇന്ത്യയുടെ പട്ടാളക്കാരുടെ കേരളത്തിന്റെ തിരൂരിന്റെ കടപ്പുറത്തേക്ക് നിങ്ങൾ വിളിക്കണ്ട. അങ്ങനെ ഏതെങ്കിലും പാകിസ്ഥാന്റെ ചാരന്മാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നാൽ, തിരൂര് കടപ്പുറത്തേക്ക് വന്നാൽ അവരെ നേരിടാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടായിരിക്കുമെന്ന് മഹാനായ CS മറുപടി കൊടുത്തു. മലപ്പുറം ജില്ല വന്നു. ഏതെങ്കിലും ചാരന്മാർ വന്നു, ലീഗിനെ വിമർശിക്കുന്നവർ, മതേതരത്വമല്ല എന്ന് പറയുന്നവർ, തീവ്രവാദമെന്ന് പറയുന്നവർ, ലീഗിൽ തീവ്രത കുറഞ്ഞെന്ന് പറയുന്നവർ, മഹാനായ CS ഒരു മറുപടിയുണ്ട്. തീവ്രവാദികളുടെ മുന്നിൽ ചോദ്യങ്ങൾക്ക് മുമ്പ് CS പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു എന്റെ മക്ക, എന്റെ മദീന, എന്റെ പ്രവാചകന്റെ റൗളയിൽ ഉൾക്കൊള്ളുന്ന എന്റെ മക്ക ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ ആ സൗദി അറേബ്യക്കെതിരെ ഇന്ത്യക്ക് വേണ്ടി പട്ടാളത്തിന്റെ മുന്നിൽ പോരാടാൻ ഈ CS ഉണ്ടാകുമെന്ന് മഹാനായ CS പ്രഖ്യാപിക്കുന്നു. മതേതരത്വത്തിന്റെ മുഖം, മതസഹിഷ്ണുതയുടെ മുഖം, എല്ലാവരെയും സ്വീകരിക്കാനുള്ള മുഖം നാം മലപ്പുറം ജില്ല കൊണ്ടുവന്നു. ആർക്കെങ്കിലും പ്രയാസമുണ്ടായോ? നിങ്ങളറിയണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്ന സ്വപ്നം മഹാനായ CS തന്റെ ജീവിതത്തിലേക്ക് കടന്നെത്തുമ്പോൾ അന്ന് പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മാപ്രസ്ഥാൻ യൂണിവേഴ്സിറ്റിയാണ്. മാപ്ര മക്കളെ പഠിപ്പിക്കാൻ, മാപ്ര മക്കൾക്ക് ക്ലാസ് കൊടുക്കാൻ, അവർക്ക് ഡിഗ്രി കൊടുക്കാൻ അവരുടെ ചെലവിലുണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് മാപ്രസ്ഥാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് എതിർത്തവർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ തകർമറിച്ചവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ഉണ്ടാക്കി. അതിന്റെ വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി. നിങ്ങളറിയാം, രാജാജിയുടെ ഗവൺമെന്റ് 1964 തോന്നുന്നു. രാജാജിയുടെ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ രാജാജി അന്ന് മുസ്ലിം ലീഗിനെ ഒറ്റയ്ക്ക് മത്സരിച്ച് 5 സീറ്റ് നേടുന്നു. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് 5 സീറ്റ് നേടുന്നു. പക്ഷേ രാജാജിയുടെ ഗവൺമെന്റിന് കേരളം ഭരിക്കണമെങ്കിൽ ലീഗിന്റെ പിന്തുണ വേണം. ലീഗിന്റെ പിന്തുണ തേടി രാജാജി മഹാനായ ബാപ്പുജി തങ്ങളുടെ അടുത്ത് വരുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ മഹാനായ ബാപ്പുജി തങ്ങൾ അവിടെ പറയുന്നു. രാജാജി പറഞ്ഞു ബാപ്പുജി തങ്ങളോട്, തങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. ബാപ്പുജി തങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞു, പിന്തുണ തരാം, പക്ഷേ 3 ഡിമാൻഡുണ്ട്. മുസ്ലിം ലീഗിന്റെ ബാപ്പുജി തങ്ങൾ പറയുന്ന 3 ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ നിങ്ങളുടെ ഗവൺമെന്റിന് ഞങ്ങൾ പിന്തുണ തരാം. രാജാജി പറഞ്ഞു, നിങ്ങളുടെ ഡിമാൻഡുകളൊന്ന് പറ. മഹാനായ ബാപ്പുജി തങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് കോഴിക്കോട് ഒരു പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾക്ക് അനുമതി വേണം. രാജാജി ഞെട്ടിപ്പോയി. ഒരു ഗവൺമെന്റിന് പിന്തുണ നൽകാൻ പള്ളി നിർമ്മിക്കാൻ അനുമതിയോ? മഹാനായ ബാപ്പുജി തങ്ങൾ വളരെ ഉത്കൃഷ്ടതയോടുകൂടി ബാപ്പുജി തങ്ങൾ പറയുന്നു, പള്ളി നിർമ്മിക്കാൻ അനുമതി വേണം. കേട്ടുള്ളത് രാജാജി പറഞ്ഞു, അഗ്രീഡ്. രാജാജി പിന്നീട് വിചാരിച്ചു, 2ാമത്തെ ഡിമാൻഡ് ചോദിക്കുക ചിലപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ധനവകുപ്പോ ചോദിച്ചേക്കാം. ഉടനെ തന്നെ മഹാനായ ബാപ്പുജി തങ്ങൾ പറഞ്ഞു, 2ാമതൊരു ഡിമാൻഡുണ്ട്. എന്താണ് 2ാമത്തെ ഡിമാൻഡ്? മഹാനായ ബാപ്പുജി തങ്ങൾ പറയുന്നു, 2ാമത്തെ ഡിമാൻഡ്, ഞങ്ങൾക്ക് കോഴിക്കോട്ട് ഫറൂഖിൽ ഒരു കോളേജ് വേണം. ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന് പറയുന്ന ഫറൂഖിൽ ഞങ്ങൾക്കൊരു കോളേജ് വേണം. അതിന്റെ ചരിത്രം ഞാൻ പിന്നീട് പറയാം. ഫറൂഖ് കോളേജിന് അനുമതി തന്നാൽ രാജാജി നിങ്ങളുടെ ഗവൺമെന്റിന് പിന്തുണ നൽകാം. ഉടനെ തന്നെ രാജാജി പറഞ്ഞു, അല്ലയോ ബാപ്പുജി തങ്ങൾ, അഗ്രീഡ്, ഞാൻ അനുവദിച്ചിരിക്കുന്നു. 3ാമത്തെ ഡിമാൻഡ് എന്താണെന്ന് നോക്കിക്കൊണ്ട് രാജാജി നിൽക്കുന്ന സമയത്ത് ബാപ്പുജി തങ്ങൾ പറയുന്നു, മകരമാസത്തിലെ മരം ഘോഷി തളുപ്പത്ത് കറുപ്പൊടുത്ത് സർവ്വതും അയ്യപ്പനിനടുപ്പിച്ച് സ്വാമിയെ ശരണയ്യപ്പ എന്ന 10 മന്ത്രങ്ങളുമായി സർവ്വതും അയ്യപ്പനിലേക്ക് ശബരിമലയിലേക്ക് കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർ, ആ അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാൻ കുറ്റിപ്പുറത്ത് നിങ്ങൾ പാലം നിർമ്മിച്ചു തരണം. നിങ്ങൾ പാലം നിർമ്മിച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്തുണരാം. ചെയ്യപ്പെട്ട രാജാജി അത്ഭുതപ്പെട്ടുപോയി. ഒരു പാലത്തിന് വേണ്ടിയോ? നിങ്ങളറിയണം, പാലത്തിന് വേണ്ടിയോ? രാജാജി പറഞ്ഞു, നിങ്ങളുടെ 3 ഡിമാൻഡുകളും അംഗീകരിച്ചിരിക്കുന്നു. പള്ളിക്ക് വേണ്ടി നിലകൊണ്ടു ലീഗ്, പാലത്തിന് വേണ്ടി നിലകൊണ്ടു ലീഗ്, വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ടു ലീഗ്. ഈ ലീഗ് അങ്ങനെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു ഓഫീസുകളിൽ ചെന്ന്, ഒരു കളക്ടർ ഓഫീസുകളുടെ മുന്നിൽ ചെന്ന്, ഒരു പഞ്ചായത്ത് ഓഫീസുകളുടെ മുന്നിൽ ചെന്ന് താൻ ഉടുത്ത തന്റെ മുഖത്തിട്ട ഒരു മുണ്ട്
മെല്ലെ എടുത്തുകൊണ്ട് അരയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് രണ്ട് കൈകെട്ടി സാറേ സാറേ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞ് പിന്നിലിരുന്ന ഒരു സമുദായം, ആ സമുദായത്തെ ഉത്തുംപുഴയിലേക്ക് കൊണ്ടുവന്നത് നമ്മളല്ലേ? ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഞാൻ കോട്ടക്കലിലെ പറങ്കി മുച്ചിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. മഹാനായ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറിയും മുസ്ലിം ലീഗിന്റെ പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവുമായ പി വി മുഹമ്മദ് അരീക്കോട് അദ്ദേഹത്തിന്റെ പ്രസംഗമധ്യേ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പി വി മുഹമ്മദ് അരീക്കോട് ആ വേദിയിൽ വെച്ച് പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ കോട്ടക്കൽ നിയോജക മണ്ഡലം പരിപാടിയിലോ മലപ്പുറം ജില്ലയിലെ മറ്റൊരു പരിപാടിയിലോ മുസ്ലിം ലീഗിന്റെ ബൈത്തുർ റഹ്മാൻ വീടുകളുടെ താക്കോൽ ദാനം നടക്കുകയാണ്. താക്കോൽ ദാനം നടക്കുന്ന സമയത്ത് താക്കോൽ ദാന ചടങ്ങിൽ മഹാനായ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ദുൽ ഹമീദ് മാസ്റ്ററും ഒക്കെ ഉൾക്കൊള്ളുന്ന വേദിയിൽ ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായി വന്നത് നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം ജില്ലയുടെ കളക്ടർ മോഹൻദാസ് ആയിരുന്നു. അദ്ദേഹം ഈ പരിപാടിയുടെ താക്കോൽ ദാന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കിട്ടിയ അവസരത്തിൽ അദ്ദേഹം മൈക്കിലൂടെ പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളോട് പറഞ്ഞു, സാദിഖ് അലി തങ്ങളെ എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്കൊരു റെക്കമെൻഡുണ്ട്. എന്താണ് റെക്കമെൻഡ് എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട കളക്ടർ പറയുന്നു, ലഫീസ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഈ സ്ത്രീ എന്റെ കളക്ടറുടെ ഓഫീസിൽ എന്റെ ഓഫീസിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ട്. ഈ സ്ത്രീക്ക് ഒരു വീട് കൊടുക്കാൻ വേണ്ടിയാണ് അവർ വരാറുള്ളത്. പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുമ്പോഴും ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വീട് കൊടുക്കാൻ എനിക്ക് പ്രയാസമാണ്. അവരുടെ കഷ്ടപ്പാട് ഞാൻ ഇന്നും കാണാറുണ്ട് തങ്ങളെ, എനിക്ക് അവർക്ക് വീട് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്റെ റെക്കമെൻഡ് ചെയ്യുകയാണ്, ഈ നഫീസ എന്ന് പറയുന്ന സ്ത്രീക്ക് നിങ്ങളൊരു വീട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ കളക്ടറുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എണീറ്റെന്ന് പറഞ്ഞു, മോഹൻദാസ് എന്ന് പറയുന്ന കളക്ടർ നൽകിയ അദ്ദേഹത്തിന്റെ റെക്കമെൻഡ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ നഫീസയ്ക്ക് ഞങ്ങൾ ബൈത്തുർ റഹ്മാൻ പദ്ധതി ഉൾപ്പെടുത്തി വീട് കൊടുത്തിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളോട് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ കളക്ടറുടെ മുന്നിൽ പോയി ഒരു അപേക്ഷയ്ക്ക് വേണ്ടി താഴ്ന്നിരുന്ന ഒരു സമുദായത്തിന്റെ മുന്നിൽ കളക്ടർ പോലും വന്നുകൊണ്ട് മുസ്ലിം ലീഗിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തേക്ക് മുസ്ലിം ലീഗിന്റെ പാർട്ടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളിലൂടെ വന്ന ലീഗ്, പ്രയാസങ്ങളിലൂടെ വന്ന ലീഗ്, വിമർശനങ്ങളിലൂടെ വന്ന ലീഗ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ നമ്മൾ വിമർശനം നേരിട്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിമർശനം നേരിട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒരു ചരിത്രത്തെ കൊണ്ടുപോവുകയാണ്. ആനായ CH മുഹമ്മദ് കോയ സാഹിബ് ഒരിക്കൽ ഫറൂഖ് കോളേജിലേക്ക് പോവുകയാണ്. ഫറൂഖ് കോളേജിന്റെ പടിവാതിൽക്കലൂടെ അദ്ദേഹത്തിന്റെ കാറെത്തി നിൽക്കുന്നു. കാറെത്തി നിന്ന സമയത്ത് CH മുഹമ്മദ് കോയ സാഹിബ് ഫറൂഖ് കോളേജിൽ പ്രസംഗിക്കാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന SFIയുടെ പ്രവർത്തകർ ചാടി വീണിട്ട് മഹാനായ CHനോട് പറയുന്നല്ലോ, CH അവർ വിളിക്കുന്ന മുദ്രാവാക്യം മിസ്റ്റർ CH ഗോ ബാക്ക് ഫ്രം ദ ഫറൂഖ് കോളേജ്. ചാടി വീണുകൊണ്ട് CHന്റെ കാറിന്റെ മുന്നിൽ ചാടി വീണുകൊണ്ട് അവർ പറയുന്നു, CH കടന്നു പോകണം, നിങ്ങൾ ഈ ഫറൂഖ് കോളേജിൽ നിന്ന് പോകണം. എന്നിട്ട് അവരെ മുഷ്ടിതിരിച്ച് വിളിച്ച മുദ്രാവാക്യം വി വാണ്ട് എക്സ്പെക്ടഡ് എഡ്യൂക്കേഷൻ, വി വാണ്ട് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള സോ ദാറ്റ് മിസ്റ്റർ CH ഗോ ബാക്ക് ഫ്രം ദ ഫറൂഖ് കോളേജ്. വീണ്ടും അവരുടെ മുദ്രാവാക്യം ഉയർന്നു, വി വാണ്ട് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള. ഫറൂഖ് കോളേജിൽ വന്ന വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയാണ്. ഞങ്ങളുടെ കൊയിലാണ്ടിയിലെ ആലി മുസ്ലിയാരുടെ മകനായി ജനിച്ചുകൊണ്ട് ബാപ്പുജി തങ്ങളുടെ സ്കോളർഷിപ്പിലൂടെ കൊയിലാണ്ടിയിൽ പഠിച്ച CH നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരാണ്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ നിങ്ങൾ ആളുകളാണ്, അവരെ നേതൃത്വം നൽകുന്നതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തിരിച്ചു പോകണം. അതിനെതിരെ പ്രതികരിക്കാൻ വന്ന MSFകാരോട് CH പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കണ്ട. മഹാനായ CH പോലീസ് സംരക്ഷണത്തോടുകൂടി ഫറൂഖ് കോളേജിലേക്ക് പോകുന്നു. ഏതാണ് ഈ ഫറൂഖ് കോളേജ്? ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അംബാസിഡർക്കാർ, മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അംബാസിഡർക്കാർ 25,000 രൂപക്ക്, അന്നത്തെ 25,000 രൂപക്ക് വിറ്റിട്ടാണ് ഫറൂഖ് കോളേജ് തുടങ്ങുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവ് സിബി സാഹിബിന്റെ വീടും പണിയും പെടുത്തിയിട്ടാണ് ഫറൂഖ് കോളേജ് തുടങ്ങുന്നത്. മദ്രാസിയിലെ മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്ന ഐബ്രോസ് മക്കിൽ തന്റെ വീടും പുരയിടവും പറയപ്പെടുത്തിയിട്ടാണ് ഫറൂഖ് കോളേജ് തുടങ്ങുന്നത്. ലീഗിന്റെ തറവാടെന്ന് പറയുന്ന ഫറൂഖ് കോളേജ്. ആ ഫറൂഖ് കോളേജിന്റെ അതിന്റെ നേതൃത്വമായ CH കടന്നു ചെന്നപ്പോൾ ആ ഒരു മുദ്രാവാക്യമാണ് CHന് കേട്ടത്. CH അതിനെ എതിർത്തില്ല. അവരോട് അവരുടെ മുദ്രാവാക്യങ്ങളെ തടയാൻ CH പറഞ്ഞില്ല. CH ധൈര്യസമേനെ ഫറൂഖ് കോളേജിന്റെ തിരുമുറ്റത്തെത്തി.
അവിടെ നിന്ന് CH പ്രസംഗം തുടങ്ങി. വിവരമില്ലാത്ത മന്ത്രി, വിവരമില്ലാത്ത മുസ്ലിം മന്ത്രി CH തന്റെ പ്രസംഗം തുടങ്ങി. മലയാളത്തിൽ പ്രസംഗിച്ചു CH കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സയൻസ് വന്നു, മാത്തമാറ്റിക്സ് വന്നു, ഫിസിക്സ് വന്നു, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും CHന്റെ പ്രസംഗത്തിൽ വന്നു. CHന്റെ പ്രസംഗം മാറി. വിദ്യാഭ്യാസമുള്ള തലമുറയുടെ മുന്നിൽ CH ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. CHന്റെ പ്രസംഗം ഘോരഘോരമായ പ്രസംഗം. CHന്റെ പ്രസംഗം കേട്ടവർക്കറിയാം. ഘോരഘോരമായ CHന്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ഫറൂഖ് കോളേജിൽ തന്നെ എതിർവിളിച്ച കുട്ടികൾ പോലും അറിയാതെ കൈയടിച്ചുപോയി. സ്റ്റേജിൽ നിന്നിറങ്ങി. സ്റ്റേജിൽ നിന്നും CH ഇറങ്ങി പോകുന്ന സമയത്ത്, CH കാറിലേക്ക് കയറുന്ന സമയത്ത് നേരത്തെ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ വിളിച്ചവർ അതേ വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നു, അല്ലയോ CH, we are expected education minister of Kerala, JCH, അല്ലയോ CH, ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി താങ്കളാണ്. താങ്കൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് CHനെ യാത്രയാക്കുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മൾ നേരിട്ട വിവാദങ്ങളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന നേരിട്ട പ്രയാസങ്ങൾക്ക് നമ്മൾ കത്തിക്കൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ വിമർശകർക്ക് നമ്മൾ ആയുധകൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ വിമർശകർക്ക് നമ്മൾ പോരാട്ടങ്ങൾ നടത്തിയത് ചോര കണ്ടിട്ടുള്ള പോരാട്ടങ്ങളല്ല ലീഗ് നടത്തിയത്, സമാധാനപരമായിരുന്നു. സമാധാനപരമായ വിമർശനം, സമാധാനപരമായ മറുപടികളും പ്രവർത്തനങ്ങളുമാണ് ഈ കേരളീയ സമൂഹത്തിൽ ലീഗ് കാഴ്ചവെച്ചത്. ഓരോ ചരിത്രവും നിങ്ങൾ എടുത്തു നോക്ക്. ഓരോ മഹാനായ CH നേരെ ആസിഡ് ബോംബെടുക്കുന്നു. ബാബരിപ്പള്ളിയുടെ കായികക്കുടങ്ങൾ തകർത്ത സമയത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു, നിങ്ങൾ അനങ്ങരുത്, നിങ്ങൾ പ്രയാസമുണ്ടാക്കരുത്, നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു പ്രയാസത്തിനും നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഒരു നേതൃത്വം? പള്ളി തകർന്നു കിടക്കുമ്പോൾ സമാധാനം പറയുന്ന ഒരു നേതൃത്വം വേണോ? ഇങ്ങനെ പറയുന്ന ഒരു നേതൃത്വം എന്ന് പറഞ്ഞ് പലരും പോയില്ലേ? അവരെ നിങ്ങളൊന്ന് പരിശോധിക്കും. ആരൊക്കെ വന്നു ലീഗിനെതിരെ? IML വന്നു, എവിടെ? സക്രമത്ത് ലീഗ് വന്നു, എവിടെ? മരക്കാർ ലീഗ് വന്നു, എവിടെ? PDP വന്നു, എവിടെ? TDP വന്നു, എവിടെ? മുസ്ലിം ലീഗിനെതിരെ ബദലായി വന്നതൊക്കെ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ ശവപ്പറമ്പുകളിലെ നീസാൻ കല്ലുകളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവരെല്ലാവരും പോയി. ലീഗിന് ശക്തി പോരായി എന്ന് പറഞ്ഞിട്ട് LDF വന്നത്. LDFന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്റെ യുവാക്കൾ മനസ്സിലാക്കുകയും അതിനെ പ്രതികരിക്കാനുള്ള ശക്തി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനം ഏറ്റെടുക്കണം. നിങ്ങൾ അറിയില്ലേ LDFന്റെ പ്രവർത്തനം? നാറാത്ത് എന്ന് പറയുന്ന പ്രദേശം, കണ്ണൂരിലെ നാറാത്ത സംഭവത്തിന്റെ ചിത്രം ഇന്നലെ പേപ്പറിൽ വന്നു. 23 കുട്ടികൾ നാറാത്ത് ബോംബ് നിർമ്മാണ സമയത്ത് പിടിക്കപ്പെട്ടു. 23 കുട്ടികൾ, 18 വയസ്സുള്ളവർ, 19 വയസ്സുള്ളവർ, 20 വയസ്സുള്ളവർ, 24 വയസ്സുള്ളവർ, 26 വയസ്സുള്ളവർ, കാലിന്റെ അടിയിൽ ചുവപ്പ് മാറാത്ത പാവപ്പെട്ട കുട്ടികൾ ബോംബ് നിർമ്മാണത്തിന്റെ പേരിൽ 22 പേർ കണ്ണൂരിൽ പിടിക്കപ്പെട്ടു. എത്രയെത്ര ആ കുട്ടികളുടെ പങ്ങന്മാരുടെ കല്യാണം മുടങ്ങി. എത്രയെത്ര കുട്ടികളുടെ വീട്ടിൽ നിന്നും ആ പിതാവിന്റെയും മാതാവിന്റെയും കരച്ചിൽ പൊങ്ങി. എത്രയെത്ര കുട്ടികളുടെ കല്യാണങ്ങൾക്ക് മുടക്കമുണ്ടായി. അങ്ങാടിയിൽ ഇറങ്ങാൻ കഴിയാതെ തീവ്രവാദിയുടെ മകനെ വാർത്തയതാ പോകുമെന്ന് പറയുമ്പോൾ തലകുലിച്ച് കല്യാണപ്പറയിലേക്കോ പള്ളിയിലേക്കോ പോകാൻ കഴിയാതെ വീടിന്റെ ഉള്ളിൽ തല താഴ്ത്തി നിൽക്കേണ്ട പിതാക്കന്മാരുടെ ആ വേദനയ്ക്ക് LDFുകാരൻ മറുപടി പറയുമോ? തന്റെ മകൻ തീവ്രവാദത്തിന്റെ പേരിൽ ജയിലിലിറക്കപ്പെട്ടെന്ന് പറഞ്ഞ് അത് കേട്ട് റൂമിന്റെ ഉള്ളിൽ ഖുർആൻ ഓതിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഉമ്മയുടെ കണ്ണീരിന്റെ LDFുകാരൻ മറുപടി പറയുമോ? തന്റെ ഭർത്താവ് തീവ്രവാദത്തിന്റെ പേരിൽ ജയിലിലായെന്ന് പറഞ്ഞിട്ട് കണ്ണീരൊക്കുന്ന ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ കണ്ണീരിന് പകരം കൊടുക്കാൻ LDFുകാരന് സാധിക്കുമോ? എന്താ ഇവർ ചെയ്തത്? ലീഗിന് തീവ്രത പോരാ. ശിഹാബുകൾ സമാധാനം പറയുന്നു. കുഞ്ഞാലിക്കുട്ടി അക്രമത്തിന് പറയുന്നില്ല. ET മുഹമ്മദ് ബഷീർ നല്ലവണ്ണം പോയാൽ മതി എന്ന് പറഞ്ഞ് ഇതല്ല നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നിങ്ങൾ വെട്ടണം, നിങ്ങൾ അടിക്കണം, നിങ്ങൾ കുത്തണം എന്ന് പറഞ്ഞ് രാഷ്ട്രീയം പഠിപ്പിച്ചവർ 22 കുട്ടികളുടെ വീട്ടിൽ നിന്നും ഉയരുന്ന കണ്ണുനീരിന്റെ കഥകൾക്ക് ഉത്തരം പറയാൻ LDFുകാരന് സാധിക്കുമോ? അവിടെയാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി. അഭിമാനത്തോടെ 1948 ഉയർന്നു പൊങ്ങിയ പതാക 2013 ഇവിടെ നിൽക്കുന്ന ഓരോ മുസ്ലിം ലീഗ് കാരണം ഉയർത്തി നിന്നുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, ഈ പച്ച പതാക പിടിച്ചതിന്റെ പേരിൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു ഉമ്മാക്കോ ഒരു വാപ്പാക്കോ ഒരു കണ്ണുനീര് പോലും പൊളിക്കേണ്ട ഗതികാര് മുസ്ലിം ലീഗ് പാർട്ടിയെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ യൂത്ത് ലീഗിന് സാധിക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കാൻ നമുക്ക് സാധിക്കുമ്പോഴേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അർത്ഥം വരികയുള്ളൂ. ജയിക്കുമ്പോൾ പതാക പിടിച്ച് ബൈക്കിന്റെ പിന്നിൽ 3 ആളുകളെയും കൊണ്ട് പോകുന്നതല്ല രാഷ്ട്രീയം. നമ്മളൊന്ന് ആഘാതമുണ്ടാകുമ്പോൾ ലീഗിന്റെ പതാക കെട്ടി, തലയിൽ പതാക കെട്ടി ആനന്ദത്തോട് പോകുന്നതല്ല ലീഗ് രാഷ്ട്രീയം. പാവങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. അതല്ലേ മഹാനായ ഭൂപോയ തങ്ങൾ ചെയ്തത്?
അതല്ലേ മഹാനായ പോക്കർ സാഹിബ് ചെയ്തത്? അതല്ലേ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത്? നോക്കൂ നിങ്ങൾ, ആരാണ് യഥാർത്ഥ നേതാവ് എന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ പറയുന്നു, ആരാണ് അണികൾ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേതാക്കൾ അണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ആരോ അവരാണ് നേതാക്കന്മാർ. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ശിഹാബ് തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? പൂക്കോയ തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പൂക്കോയ തങ്ങൾക്ക് നമ്മൾ ഇന്നും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ മക്കയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ദിവസം കൊള്ളുന്ന ഗൈബിൾക്കെയും സയ്യിദ് അബ്ദുറഹിമാൻ വാസുകി തങ്ങൾ. ആരാ വാസുകി തങ്ങൾ? ആരാ പൂക്കോയ തങ്ങൾ? ആരാണ് പോക്കർ സാഹിബ്? പഠിക്കണം വിദ്യാർത്ഥികൾ. മഹാനായ പോക്കർ സാഹിബിന്റെ ചരിത്രം കേൾക്കാറുണ്ട് നിങ്ങൾ. പോക്കർ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഏക സിവിൽ കോഡ് നിയമം വരുന്നു. ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന നിയമം, ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബുദ്ധനും ജൈനനുമൊക്കെ ഒരേ രീതിയിൽ വിവാഹം കഴിക്കുന്ന നിയമം രാജ്യത്തിന്റെ പാർലമെന്റിൽ വന്നു. മഹാനായ ജവഹർലാൽ നെഹ്റു ഈ നിയമം രാജ്യത്ത് അവതരിപ്പിക്കുന്നു. രാജ്യത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറയുന്നു, ഞാൻ ഏക സിവിൽ കോഡ് നിയമം അവതരിപ്പിക്കാൻ പോവുകയാണ്. മുന്നിലിരിക്കുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ തർജുമ എഴുതിയ തുർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ തർജുമ എഴുതിയ മഹാപണ്ഡിതനാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കോൺഗ്രസിന്റെ പ്രതിനിധിയാ മുന്നിലിരിക്കുന്നു. ഞാൻ ഈ നിയമം നടപ്പാക്കിയാൽ നാളെ കാളിയാരുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ പിതാവും അതേപോലെ തന്നെ പുതുമണവാളനും കൈകൊടുത്തുകൊണ്ട് നിൽക്കുന്ന നിക്കാഹ് പരിപാടി ഉണ്ടാവില്ല. കൃഷ്ണന്റെ മുന്നിൽ പോയി താലി കെട്ടുന്ന പ്രോഗ്രാം ഇനിയില്ല. ചർച്ചിൽ പോയിക്കൊണ്ട് സമ്മതമാണോ എന്ന് ചോദിച്ച് പാതിരിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള മനസ്സമ്മതം പ്രോഗ്രാം ഇനിയില്ല. ഒന്ന് മാത്രം, രാജ്യത്തെ എല്ലാവരും ഒരേപോലെ വിവാഹം ചെയ്യിക്കുന്ന നിയമം പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചതല്ലേ? താബിഈകളോ സഹാബത്തോ നമ്മളെ പഠിപ്പിച്ചതല്ല. ഒരു മുസ്ലിമിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഉത്തർപ്രദേശിൽ വന്ന പ്രഗത്ഭരായ മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ പാർലമെന്റിൽ ഇരിക്കുന്നു, ആരും മിണ്ടുന്നില്ല. അവസാനം ജവഹർലാൽ നെഹ്റു, ആർക്കും എതിർപ്പില്ലല്ലോ, ഞാൻ ഈ നിയമം നടപ്പാക്കാൻ പോവുകയാണ്. ജവഹർലാൽ നെഹ്റു ഞാൻ ഈ നിയമം നടപ്പാക്കാൻ പോവുകയാന്ന് പറഞ്ഞ് എണീറ്റുന്ന സമയത്ത് പിന്നിലെ ബെഞ്ചിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എണീറ്റുന്നത് പറഞ്ഞു, മിസ്റ്റർ ജവഹർലാൽ നോ. ജവഹർലാൽ നെഹ്റു നോ. പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരാളുടെ നോ എന്ന് പറയുന്ന ശബ്ദം പാർലമെന്റിന്റെ മുഖരിതമായി. പാർലമെന്റിൽ ഇരിക്കുന്ന എംപിമാർ ഞെട്ടിപ്പോയി. ആരാണ് ജവഹർലാൽ നെഹ്റുവിനോട് എതിര് പറയാനുള്ള ഒരു MP ഈ പാർലമെന്റിലുള്ളത്? എല്ലാവരും പിന്നിലേക്ക് നോക്കി. ഇത്ര ധൈര്യത്തോടു കൂടി പറയാൻ ആരാ ഉള്ളത്? നോക്കുന്ന സമയത്ത് തന്റെ തലയിൽ ഒരു കെട്ടുകെട്ടി ഒരു കറുത്ത കണ്ണട ഇട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എനിക്കെന്ന് പറഞ്ഞു, മിസ്റ്റർ ജവഹർലാൽ നെഹ്റു, താങ്കൾ നടപ്പാക്കിയ നിയമം ഇന്ത്യയിലെ മാപ്പിള മക്കൾക്ക് പുല്ലാണ്. ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ മതം അതിന് അനുവദിക്കില്ല എന്ന് മിസ്റ്റർ നെഹ്റു ഇന്ത്യയിലെ കോടാനുകോടി മുസ്ലിങ്ങളുടെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നു. ആരായിരുന്നു? മഹാനായ പോക്കർ സാഹിബ്. ആരായിരുന്നു പോക്കർ സാഹിബ്? മദ്രാസിയിൽ നിന്നും വിജയിച്ച കോണി ചിഹ്നത്തിൽ വിജയിച്ച മഹാനായ പോക്കർ സാഹിബ് എണീറ്റിൽ നിന്ന് പറഞ്ഞു, നടപ്പില്ല മിസ്റ്റർ നെഹ്റു. പാർലമെന്റ് ശ്രദ്ധിച്ചു. ഒരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം നെഹ്റു പറഞ്ഞു, അല്ലയോ പോക്കർ സാഹിബ്, താങ്കൾ എന്റെ കണ്ണു തുറപ്പിച്ചു. താങ്കളുടെ ഈ നിലപാട്, താങ്കളുടെ പ്രമേയം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങയുടെ നിലപാടിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെ നിലപാടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു മിസ്റ്റർ പോക്കർ സാഹിബ്. പോക്കർ സാഹിബ് പുറത്തിറങ്ങിയപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മനസ്സിൽ എനിക്ക് പറയാൻ കഴിയാതിരുന്നത് നിങ്ങളിലൂടെ പറഞ്ഞു. നൽകിയത് പോക്കർ സാഹിബ, മുസ്ലിം ലീഗാണ് ഇത് നൽകിയത്. നിങ്ങളറിയാം, മഹാനായ PMS പൂക്കോയ തങ്ങൾ എത്ര വലിയ പണ്ഡിതനായിരുന്നു. PMS പൂക്കോയ തങ്ങൾ സയ്യിദ് അബ്ദുറഹിമാൻ വാസുകി തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് വരെ മദ്രസകളിൽ ഉണ്ടായിരുന്ന മതവിദ്യാഭ്യാസം എടുത്തു കളഞ്ഞു. സ്കൂളുകളിലുണ്ടായിരുന്ന മതവിദ്യാഭ്യാസം എടുത്തു കളഞ്ഞു. കണ്ണികത്ത് ഉസ്താദിനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ മദ്രസ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന കൊടുക്കാൻ സമയത്ത് അവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു കാട്ടം വന്നു. ആര് ദുആ ചെയ്യും? ഒരുപാട് പണ്ഡിതന്മാരുള്ള സദസ്സാണ്. ആരാണ് ദുആ ചെയ്യുക? ഉടനെ ആരോ പറഞ്ഞു, ഇന്നുവരെ ജീവിതത്തിൽ സുബഹി കളാവാത്ത ആൾ ഈ മദ്രസ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ ദുആ ചെയ്യട്ടെ. പണ്ഡിതന്മാരുള്ള വേദി. മഹാനായ വാസുകി തങ്ങൾ പറയുന്നു, എനിക്ക് ഇന്നുവരെ ജീവിതത്തിൽ സുബഹി കളായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്റെ ജീവിതം അറിഞ്ഞത് മുതൽ
ഇന്നുവരെ എനിക്ക് ജീവിതത്തിൽ സുബിയുടെ ഒരു ജമാഅത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ഗൈബുൽ കൗൺസിൽ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പറയുന്നു. ആ ബാഫക്കി തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോയത്. അവസാനത്തെ അജ്ജിന് കൊണ്ടുപോകുന്ന സമയത്ത് ബാഫക്കി തങ്ങൾക്ക് രോഗമായിരുന്നു. ആരോ ചോദിച്ചു, ബാഫക്കി തങ്ങളെ, ഈ അജ്ജിന് നിങ്ങൾ പോണോ? ഈ അജ്ജിന് നിങ്ങൾക്ക് പോണോ? എന്തിനാണ് നിങ്ങൾ ഈ അജ്ജിന് പോകുന്നത്? സുഖമില്ലല്ലോ, ഈ അജ്ജിന് നിങ്ങൾക്ക് പോകാതിരുന്നുകൂടെ? ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഈ അജ്ജിന് എനിക്ക് പോകണം. മക്കയിലെ ബാഫക്കി തങ്ങൾ അജ്ജ് നിർവഹിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വരുന്നു. അദ്ദേഹത്തെ ഐസിയുലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നെഞ്ചിൽ അദ്ദേഹത്തിന്റെ കൈ ഇവിടെ വെക്കുമ്പോൾ ഒരു വലിയൊരു മുഴ പോലെ ആ നെഞ്ചിൽ കാണപ്പെട്ടു. ആരോ നോക്കുന്ന സമയത്ത് തസ്ബീമാലയാണ് കയ്യിൽ. ആരോ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ മഹാനായ ബാഫക്കി തങ്ങൾ ആ തസ്ബീമാല തന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഐസിയുലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് മഹാനായ ബാഫക്കി തങ്ങൾ മരിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തും ആ കയ്യിൽ തസ്ബീമാല പിടിച്ചുകൊണ്ടാണ് മഹാനായ ബാഫക്കി തങ്ങൾ മരണമടഞ്ഞതെങ്കിൽ ബാഫക്കി തങ്ങളാണ് നമ്മൾ കൊണ്ടുപോയത്. ആ ബാഫക്കി തങ്ങൾ നമ്മുടെ തിന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകുമോ? അങ്ങനെയൊരു നേതാവിന്റെ പിന്നിലല്ലേ നമ്മൾ അണിനിരുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നത്. PMS പൂക്കോയ തങ്ങൾ, മഹാനായ PMS പൂക്കോയ തങ്ങളുടെ ചരിത്രം, എത്രയോ ചരിത്രങ്ങൾ PMS പൂക്കോയ തങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്. ഒരിക്കൽ PMS പൂക്കോയ തങ്ങളുടെ വീട്ടിൽ, പാണക്കാട് കുടപ്പനക്കൽ വീട്ടിൽ 2 കള്ളന്മാർ കയറി. കള്ളന്മാരെന്ന് പറയുന്നത് പഴയ വീടായിരുന്നു, തറവാട് വീട്. 2 തട്ടുള്ള ഓടിട്ട വീടാണത്. ആ വീട്ടിലൊരിക്കൽ കള്ളം കയറി. കള്ളന്മാർ ഓടി പൊളിച്ച് ഉള്ളിൽ കയറി അവിടെ ഇരുന്ന് കട്ട സമയത്ത് തിരിച്ചു പോരുന്ന സമയത്ത് കള്ളം പറഞ്ഞു, ഇന്ന് ഒരുപാട് നേരത്താണ് നമ്മൾ കളവ് നടത്തിയത്, കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം, ഇവിടെ കുറച്ച് കുത്തിയിരുന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം. പാവം കള്ളന്മാർ അവിടെ കുത്തിയിരുന്ന് കട്ട് വിശ്രമിക്കാനിരുന്ന കള്ളന്മാർ അവിടെ കിടന്നുറങ്ങിപ്പോയി. രാവിലെ ആയത് കള്ളന്മാർ അറിഞ്ഞില്ല. മഹാനായ പൂക്കോയ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പൂക്കോയ തങ്ങൾക്ക് ചായ കൊടുക്കാൻ കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, ഇന്ന് എനിക്ക് മാത്രം പോലെ ചായ, 2 അതിഥികൾ കൂടി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവർ മോളിൽ കിടന്നുറങ്ങുന്നുണ്ട്, ആ 2 അതിഥികളെ വിളിച്ച് എണീപ്പിച്ചിട്ട് അവർക്ക് കൂടി ചായ കൊടുക്കണം. കള്ളന്മാർക്ക് ചായ കൊടുത്തു. ആ കള്ളന്മാർ സത്യം മനസ്സിലാക്കി നേരിലേക്ക് തിരിച്ചു വന്നു. മഹാനായ പൂക്കോയ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഒരിക്കൽ പൂക്കോയ തങ്ങൾ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് 2 മനുഷ്യർ 2 വിളക്കുകളുമായി, 2 റാന്തൽ വിളക്കുകളുമായി പാലക്കാട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പാലക്കാട് പൂക്കോയ തങ്ങൾ വന്നു നോക്കുന്ന സമയത്ത് രാവിലെ വെയിലുള്ള സമയത്ത് 2 ആളുകൾ 2 റാന്തലുമായി പൂക്കോയ തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. പൂക്കോയ തങ്ങൾ വന്ന് നോക്കി ചോദിച്ചു, അല്ലയോ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എന്തിനാണ് ഈ വെയിലത്ത് ഇങ്ങനെ ഈ റാന്തൽ കത്തിച്ച് നിൽക്കുന്നത്? അവർ പറഞ്ഞു, തങ്ങളെ, ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് വരികയാണ്, ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ അങ്ങയെ വിളിച്ചു, അങ്ങ് വിളി കേട്ടില്ല, അങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഒരുപാട് നേരം വിളിച്ചു, അങ്ങയെ കാണാനിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. പൂക്കോയ തങ്ങൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് എന്നെ ഉറക്കം വിളിച്ചുകൂടായിരുന്നോ? നിങ്ങൾ എന്നെ വിളിക്കാത്തത്? പൂക്കോയ തങ്ങൾ പറഞ്ഞു, അവർ ഒന്നുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ വിളിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ വിളി കേട്ടില്ല. ഉടനെ തന്നെ മഹാനായ പൂക്കോയ തങ്ങൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, തന്റെ ആ പായയും തലയിനെയും എടുക്ക്, തന്റെ പായയും തലയിനെയും ഇങ്ങെടുക്ക്. ഈ പൂക്കോയ ഉള്ളത് എന്റെ സമുദായം വിളിച്ചിട്ട് വിളി കേൾക്കുന്നതിനും അപ്പുറത്താണ് ഇന്ന് പൂക്കോയ ഉറങ്ങുന്നത്. അതുകൊണ്ട് ഈ പൂക്കോയ ഈ പാണക്കാട് വീടിന്റെ ഉള്ളിൽ ഞാൻ കിടന്നുറങ്ങില്ലെന്ന് മഹാനായ പൂക്കോയ തങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് മരിക്കുന്നത് വരെ പൂക്കോയ തങ്ങൾ പാണക്കാട് കുടപ്പനക്കൽ വീട്ടിലെ കൊലായിൽ ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന ദൂരത്തായിരുന്നു മഹാനായ പൂക്കോയ തങ്ങൾ കിടന്നുറങ്ങിയതെന്ന് ചരിത്രം പറയുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വം, മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഒരു തുറന്ന പുസ്തകമായിരുന്നു. നമ്മൾ പഠിച്ചതല്ലേ പൂക്കോയ തങ്ങളെ കുറിച്ച്? ഇന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വാ. അപ്പൊ നിങ്ങൾ 2 ദിവസം മുമ്പ് കണ്ടു CPM-ന്റെ മുഖ്യധാര. CPM പല പ്രേരണ നയങ്ങൾ നടത്തുന്നു. മുസ്ലിങ്ങളെ ആ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ അവർ പല പ്രേരണ ശ്രമങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പൊന്നാനിയിൽ അവർ ഒരുപാട് ആളുകളെ ഇറക്കി പരീക്ഷിച്ചു. മലപ്പുറം ജില്ലയിൽ ഒരുപാട് പരീക്ഷിച്ചു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സദ്ദാം ഹുസൈന്റെ കണ്ണീരൊഴുക്കി ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവരാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, അഭിമാനകരമായ അസ്തിത്വമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നൽകുക എന്നത് മഹാനായ ഗാന്ധിയുടെ രംഗത്ത് പറഞ്ഞത്. ഒരു അഭിമാനകര ഒരു നല്ല നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ പോയത്. നല്ല നേതൃത്വത്തിന്റെ പിന്നിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മുന്നേറ്റത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഇന്ന് മുസ്ലിം ലീഗിന്റെ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലേ? എത്ര അറബി കോളേജുകളിൽ ഇന്ന് ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലീഗിന്റെ മികവുകൊണ്ട് കിട്ടി. എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ, അറബിക് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, BEd കോളേജുകൾ, PG കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഫാർമസി കോളേജുകൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ കൊണ്ടുവരാൻ ലീഗിന് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ സർവ്വ സമുദായങ്ങളും അതിന്റെ നേട്ടം കഴിയുന്നുമുണ്ട്.
നമ്മൾ ഒരു നല്ല നേതൃത്വത്തിന്റെ പിന്നിലാണ് പോയത്. നമ്മൾ അഹങ്കാരത്തോടു കൂടി പോയിട്ടില്ല. അഹങ്കാരങ്ങൾ മനുഷ്യനെ പലപ്പോഴും പല പ്രയാസങ്ങളിലേക്കും ശ്രദ്ധിക്കാറുണ്ട്. അഹങ്കാരം എവിടെ വിജയിക്കാറില്ല. ഒരു വയൽ നടക്കുന്ന വേദിയിൽ ഒരു ഉസ്താദ് ഇങ്ങനെ വയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരായ ആളുകൾ മുന്നിലിരിക്കുന്നുണ്ട്. അതിലൊരു മനുഷ്യൻ ആ നാട്ടിലെ വലിയ ബിസ്കന. അയാൾ ആർക്കും ഒന്നും കൊടുക്കുകയില്ല. പക്ഷേ അയാൾ എപ്പോഴും അയാളുടെ പോലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഉസ്താദ് ഇങ്ങനെ മൈക്കിലൂടെ വയലിന്റെ അവസാനം ഉസ്താദ് ലേലം വിളി തുടങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പള്ളിക്ക് വേണ്ടി തേങ്ങ കൊടുക്കുന്നവരുണ്ട്, കല്ല് കൊടുക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ കൊടുക്കുന്നവരുണ്ട്, പീഡിക മുറികൾ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഉസ്താദ് തന്റെ വയലിന്റെ അവസാനത്തിൽ കൊടുക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞ് ഇന്നാലിന്ന മനുഷ്യൻ ഇന്നത് കൊടുത്തിരിക്കുന്നു, ഇന്നാലിന്ന മനുഷ്യൻ ഇന്നത് കൊടുത്തിരിക്കുന്നു പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യൻ അത് പിശുക്കനാണ്. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയും വേണം. കൊടുത്തൊരു മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ നാട്ടുകാർ കേൾക്കുകയും ചെയ്യും. ആ മനുഷ്യൻ ഭയങ്കര വളവനായിരുന്നു. അയാൾ കരുതി എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മൈക്കിലൂടെ വിളിച്ചു പറയും. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞു, എന്റെ വക ഒരു തെങ്ങ് ഈ പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെങ്ങുള്ള മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ, ഭയങ്കര പൈസക്കാരനാണ്. ഈ തെങ്ങ് പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുത്തു. ഒരുപാടുള്ള തെങ്ങുള്ള മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധി ഒരു കുബുദ്ധിയായിരുന്നു. അയാൾ കൊടുത്ത തെങ്ങ് കഴിഞ്ഞ് ഇടുക്കി വെട്ടിപ്പോയ തെങ്ങായിരുന്നു. മോളൊന്നുമില്ലായിരുന്നു തെങ്ങിന്റെ. അതാണ് അയാൾ പള്ളിക്ക് കൊടുത്തത്. ഉസ്താദിന് അറിയില്ലല്ലോ മോള് വെട്ടിപ്പോയ തെങ്ങാണെന്ന്. ഉസ്താദ് പ്രാർത്ഥിച്ചു, എന്നാൽ ഇന്ന മനുഷ്യൻ ഉഷാറാക്കി കൊടുക്കട്ടെ. നമ്മൾ 2 തെങ്ങൊക്കെ തന്ന്, പള്ളിക്ക് വേണ്ടി തെങ്ങ് തന്ന്, ഒരുപാട് തെങ്ങുള്ള മനുഷ്യനാണ്. ഈ നാട്ടിലെ വലിയ പൈസക്കാരനാണ്. അവസാനം ഉസ്താദിന്റെ ദുആയിൽ ഒന്നും കൂടി വന്നു. നല്ല 2 തെങ്ങുകളാണ് അദ്ദേഹം ഈ പള്ളിക്ക് സംഭാവന ചെയ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെങ്ങുകളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു തെങ്ങുകളെയും ആക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഒരു അഹങ്കാരത്തിന്റെ ഫലമാണ്. അദ്ദേഹം പറ്റിക്കാൻ നോക്കി. അദ്ദേഹം തന്നെ സ്വയം ഒരു വാരിക്കുഴിയിലേക്ക് അദ്ദേഹം വിടുപോയില്ല. മുസ്ലിം ലീഗിന്റെ നേതൃത്വം നമ്മളെ പറ്റിക്കാൻ നോക്കിയ നേതൃത്വമല്ല. ഇന്ന് പലരും ലീഗിന്റെ പാത പിന്തുടർന്നു പോലെ ലീഗ് ചെയ്യുന്നതിന് കുടപിടിച്ചു വരുന്നുണ്ട്. കുന്നമംഗലം നിയോജക മണ്ഡലം MLA സഖാവ് PT റഹീം ഞാൻ പറഞ്ഞത് KMCC വർഗീയ സംഘടനയാണ്. KMCC ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടുത്തേക്ക് എടുക്കാൻ കഴിയാതെ CPM-ന്റെ കയ്യടി കിട്ടാൻ, അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി KMCC വർഗീയ സംഘടനയാണെന്ന പ്രിയപ്പെട്ട PT റഹീം പറഞ്ഞത്. മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ മറ്റുള്ളവരെ അനുഗമിക്കുക, ലീഗിനെ അനുഗമിക്കാൻ പലരും. പക്ഷേ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ലീഗിനെ, നിങ്ങൾ ഞങ്ങളോട് ഏറ്റുമുട്ടാവാ. മുസ്ലിം ലീഗിനോട് മറ്റു സംഘടനകൾ ഏറ്റുമുട്ടാൻ വരട്ടെ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ CH സെന്ററിൽ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 ചെയ്യും. ഞങ്ങളൊരു വൈദ്യാഹം ഉണ്ടാക്കുമ്പോൾ 2 ഉണ്ടാക്കുക. ഞങ്ങളൊരു കിണർ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ 2 ഉണ്ടാക്കുക. ഞങ്ങൾ 10 ആൾക്ക് ഗുളിക വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ 20 ആൾക്ക് ഗുളിക വാങ്ങിക്കൊടുക്കുക. അങ്ങനെയുള്ള ഒരു മത്സരത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരെ നേരിടാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകര് ഈ ശാഖയിലടക്കം തയ്യാറാണെന്നുള്ളൊരു സൂചനയാണ് മുസ്ലിം യൂത്ത് ലീഗ് നൽകേണ്ടത്. ഇന്ന് അനുകരണത്തിന്റെ പാതയാ. ലീഗിനെ അനുകരിക്കാൻ പല കാര്യങ്ങളിലും. 2 ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 2 ആളുകൾ ഇന്റർവ്യൂ പോവുക. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരാൾക്ക് നല്ല ധൈര്യമില്ല, മറ്റൊരു ധൈര്യമില്ല. 2 ആൾ കൂട്ടുകാരാ. ഒന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എന്തായാലും ജയിക്കും, എനിക്കൊരു പ്രയാസമില്ല. 2ാമത്തവൻ പറഞ്ഞു, എന്റെ കാര്യം നോക്കാൻ എനിക്കൊന്നും അറിയില്ല, എനിക്കൊക്കെ പറഞ്ഞു തരണം, എന്താണ് ചോദിക്കുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തരണമെന്നാണ്. ആദ്യത്തവൻ പറഞ്ഞു, എനിക്ക് ചോദിക്കുന്നതൊക്കെ എനിക്ക് പറഞ്ഞുതരാം. ആദ്യത്തവൻ ഇന്റർവ്യൂവിന് കയറിയ സമയത്ത് ആദ്യം ഇന്റർവ്യൂവിൽ വന്ന ആൾ ചോദിച്ചു, ആദ്യത്തെ ഇന്റർവ്യൂവിലെ ചോദ്യം അദ്ദേഹം ചോദിച്ചു, ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? ഒന്നാമത്തെ ചോദ്യം. അയാൾ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, ഉമ്മൻചാണ്ടിയാണ്. വളരെ വെരി ഗുഡ്. 2ാമത്തെ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു, എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ആദ്യം ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇന്ത്യക്ക് 1887 നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. വളരെ ഗുഡ്, വെരി ഗുഡ്, നല്ല ആൻസർ. 3ാമത്തെ ചോദ്യം ചോദിക്കുന്നു, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? അതിനുമായി മനോഹരമായി മറുപടി പറയുന്നു, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്നൊന്നും നമുക്കറിയില്ല, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാരൊക്കെ നല്ല ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെ നല്ല ഉത്തരം നീ മാറിക്കുന്നു. ആദ്യത്തവൻ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങി 2ാമത്തവൻ ഇങ്ങനെ കാത്തിക്കുന്ന സമയത്ത് എന്താ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. തിരക്കിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞു, എന്താ ചോദിച്ചതെന്ന് പറയുന്നില്ല. ആദ്യത്തെ ഉത്തരം ഉമ്മൻചാണ്ടിയാണ്. 2ാമത്തെ 887 നമ്മൾ തുടങ്ങിയ വർഷം കിട്ടിയത് 947. 3ാമത്തത് ഇപ്പോഴും നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് അറിയില്ല, ശാസ്ത്രന്മാർ ഗവേഷണം നടത്തിക്കിട്ടുണ്ട്. 2ാമത്തെ അങ്ങോട്ട് കയറി ഇവന് വരവ് കണ്ടപ്പോൾ തന്നെ ഇന്റർവ്യൂക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു എങ്ങനെ വിറച്ചുകൊണ്ടാണ് വരുന്നത്. ഇവന്റെ വരവ് തന്നെ ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? ആദ്യം തന്നെ ചോദിച്ചു, എന്താണ് എന്റെ പേര്? ഉടൻ തന്നെ പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്നാണ്. അപ്പൊ കേട്ടോ ഇന്റർവ്യൂ അടിക്കാൻ മനസ്സിലായി ഇവനെ കുറച്ച് തല യൂസ് ആയി. 2ാമത് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഏജ് ഓഫ് ബർത്ത്? എന്നാൽ ഈ ജനിച്ചത് ചോദിച്ചു. അതിനോട് ഉത്തരം പറഞ്ഞു, 887 ശ്രമം തുടങ്ങിയിട്ടുണ്ട്, 943 കിട്ടിയെന്ന് പറഞ്ഞു.
മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് രണ്ടും ചോദിച്ചപ്പോൾ തന്നെ അവർ മനസ്സിലായി ഇവർ എന്തൊരു സുഖമുള്ള ചെക്കനാണ്. വീണ്ടും ചോദിച്ചു അല്ല എനിക്ക് എന്റെ തലക്കെന്തോ പ്രശ്നം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുള്ളൂ എന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സോ അതൊരു ഒരു ഇമിറ്റേഷനാണ്. അതൊരു മറ്റുള്ളവരെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പരാജയങ്ങളാണ്. ഇന്ന് ലീഗിനെ അനുകരിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മഹാനായ ഗായികത്ത് പറഞ്ഞത് എന്റെ ലക്ഷ്യം ഈ രാജ്യത്തുള്ള മുസ്ലിമിന് അഭിമാനകരമായ അസ്തിത്വം നൽകുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് ഞാൻ ഒന്ന് മാത്രം പറയാം. അഭിമാനകരമായ അസ്തിത്വം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മുസ്ലിമുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗുജറാത്തിന്റെ തെരുവീതികളിൽ പാവപ്പെട്ട മുസ്ലിം മക്കളെ ഗർഭസ്ഥ ശിശുവിനെ പോലും തൃശൂലത്തിൽ കുത്തിയെടുത്തുകൊണ്ട് തീയിലിട്ട് കത്തിച്ച് അമ്മാനമാടുന്നവരുടെ ചിത്രം. കുതുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന മനുഷ്യൻ CPM 2 ദിവസം കോഴിക്കോട് നടന്ന മുഖ്യധാര സെമിനാറിൽ കൊണ്ടുവന്ന മനുഷ്യൻ ആ കുതുബുദ്ദീൻ അൻസാരിയുടെ മുന്നിൽ വെച്ച് തന്റെ മാതാവിനെയും തന്റെ മകളെയും തന്റെ ഭാര്യയെയും മൃഗീയമായി ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയപ്പോൾ തന്നെ കൊലപ്പെടുത്തിയാൻ വന്നവരുടെ മുന്നിൽ 2 കൈയും നീട്ടിക്കൊണ്ട് പ്ലീസ് എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുതുബുദ്ദീൻ അൻസാരിയുടെ ഫോട്ടോ നമ്മൾ കണ്ടു. ആ ഗുജറാത്തിലെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുമോ ഇവർ അഭിമാനങ്ങളുമുള്ള ഒരു മുസ്ലിമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങൾ പശ്ചിമ ബംഗാളിലേക്ക് പോയാൽ മതി. പശ്ചിമ ബംഗാളിന്റെ തെരുവീതികളിൽ 1 രൂപയാണ് മനുഷ്യനെ വലിക്കുന്ന റിക്ഷ വലിച്ചു കൊണ്ടുപോയാൽ കിട്ടുന്ന കൂലി. 60 വർഷമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ വന്നതാ. 60 വർഷമായി മനുഷ്യനെ വലിക്കുന്ന റിക്ഷയുമായി പോകുന്ന അബൂബക്കറും സിറാജും മുഹമ്മദുദ്ദീനും അൻസാറുദ്ദീൻ എന്ന് പറയുന്ന ആളുകൾ അവർ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന രക്ഷയുമായി പോവുകയാണ്. അവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് ഇവർ അഭിമാനകരമായ മുസ്ലിമാണെന്ന് പറയാൻ രാജ്യത്തുള്ളവർക്ക് സാധിക്കുമോ? ബോംബെയുടെ തെരുവീതികളിൽ ബോംബെയിലേക്ക് തീവണ്ടിയിൽ പോകുമ്പോൾ ധാരാവി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ധാരാവി മുസ്ലിങ്ങൾ ചുങ്കോട് അധിവസിക്കുന്ന പ്രദേശമാണ്. ധാരാവിയിൽ തീവണ്ടി എത്തിയാൽ തീവണ്ടിയിൽ നിന്നും മനുഷ്യരാവുന്ന യാത്രക്കാർ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി പട്ടിയെപ്പോലെ തന്നുകൂടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ധാരാവിയുടെ റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോൾ അവരെ നോക്കിയിട്ട് ഇവർ അഭിമാനകരമായ അസ്തിത്വമുള്ളവരെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ബംഗാളിന്റെ തെരുവീതികളിൽ ചേരി പ്രദേശങ്ങളിൽ കൊൽക്കത്തയുടെ ചേരി പ്രദേശങ്ങളിൽ ഒരു നേരത്തെ റൊട്ടി കഷ്ണത്തിന് വേണ്ടി തല്ലുകൊടുന്ന പിഞ്ചുകുട്ടികളെ കാണുമ്പോൾ അവരെ നോക്കിയിട്ട് ഇവർ അഭിമാനകരമുള്ള മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കുമോ? നമ്മൾ കുറച്ചേ ലീഗുള്ളൂ. ബംഗാളിൽ ഒരുപാടില്ല, ബോംബെയിൽ ഒരുപാടില്ല, ഡൽഹിയിൽ ഒരുപാടില്ല, കശ്മീരിൽ ഒരുപാടില്ല. പക്ഷേ അഭിമാനമുള്ള മുസ്ലിം ഏതാണെന്ന് രാജ്യത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അഭിമാനത്തോടെ കൈയുയർത്തി പിടിച്ചുകൊണ്ട് ഞെട്ടലോടുകൂടി നമുക്ക് പറയാം ഈ രാജ്യത്തെ ഏത് മുസ്ലിമാണ് അഭിമാനകരമായ മുസ്ലിം എന്ന് ചോദിച്ചാൽ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പുറത്തുവിട്ട് സയ്യിദ് ഐദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ മുസ്ലിമായി അഭിമാനകരമായ നേതൃത്വമെന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം നോക്കൂ, നിങ്ങൾ PSC 100 പോലീസുകാരെ PSC എടുത്താൽ അതിൽ 10 പേര് മുസ്ലിം ആവണം. MBBS 100 പേർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്താൽ അതിൽ 10 പേര് മുസ്ലിം ആവണം. ഒരു ജോലിയിലേക്ക് ഒരു ഗവൺമെന്റ് കോളേജിലേക്ക് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് അതിനുള്ള റിസർവേഷൻ മഹാനായ CH ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ സാധാരണ ജോലിക്ക് വരുന്ന ബംഗാളികളെ നിങ്ങൾ കാണാറുണ്ടാകും. ബംഗാളികളെ കാണാറുള്ളപ്പോൾ ഈ ബംഗാളികളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ചോദിച്ചു നോക്ക്. പേര് കേട്ടാൽ എന്താ പേരെന്ന് വെച്ചാൽ മുഹമ്മദ് അബ്ദുറഹിമാൻ ദീനി ആലിയോ പോലത്തെ പറയും. മുമ്പരായിട്ട് പറയാൻ തുടങ്ങിയാലും ഒരു അരമണിക്കൂറെ നമ്മൾ തീരൂല. പേര് കേട്ടാൽ അറിയാവുന്ന ചെല്ലാൻ വരുന്ന പേരാ. ഫാത്തി ഓതാൻ അറിയാത്ത സമൂഹം ഇവിടെ വന്നുകൊണ്ട് നിസ്കാരവും ഫാത്തിക്കും നമ്മുടെ ഉസ്താദുമാർ അസറിനും ദുഹറിനും ശേഷം അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. നമ്മുടെ പല നാടുകളിൽ നമ്മൾ കാണുന്നതാ. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, ദീനിനെ കുറിച്ച് അറിയാത്ത, ദീനി ബോധമില്ല അറിയാത്ത, മാത്രമല്ല സമൂഹത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ. എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളെ നിങ്ങൾ എടുക്കുക. നമ്മുടെ വിദ്യാർത്ഥികളിൽ എവിടെ എത്തി? ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അതേപോലെ തന്നെ വലിയ റിസർവേഷൻ, വലിയ റിസർച്ച് പോലുള്ള കോഴ്സുകൾ, MBBS കോഴ്സുകൾക്ക് പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ MSFന്റെ കീഴിൽ, CS സെന്ററിന്റെ കീഴിൽ മെഡിക്കൽ കോളേജിൽ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചപ്പോൾ നോമ്പ് തുറക്കാനെത്തിയ പെൺകുട്ടികളെ കണ്ടിട്ട് ആരോ പറഞ്ഞു പോയത്രേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താ അറബിക് കോളേജാണോ എന്ന്. നമ്മുടെ സമുദായം അവിടെ എത്തി. അച്യുതാനന്ദൻ പറഞ്ഞത് ഓഫീസിൽ ജീവിച്ചു പോണവരാന്നാ. അച്യുതാനന്ദൻ അത് പറഞ്ഞതില്ല. അടുത്ത വർഷം 1ാം റാങ്കുമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ മറുപടി കൊടുത്തത്. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നു. ഏതുപോലെ
ലോകകപ്പ് ഫുട്ബോൾ വരാറുള്ളപ്പോ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ കുട്ടികൾ ചിലപ്പോൾ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ ബ്രസീലിന്റെ ബോർഡ് വെക്കും, അർജന്റീനയുടെ ബോർഡ് വെക്കും, മെസ്സിയുടെ ബോർഡ് വെക്കും, കക്കയുടെ ഫ്ലക്സ് വെക്കും, അതേപോലെ തന്നെ റൊണാൾഡോയുടെ വലിയ കമാനങ്ങൾ വെക്കും. അർജന്റീനയ്ക്ക് അവർ സിന്ദാബാദ് വിളിക്കും. ഇക്കൊല്ലം ബ്രസീലാകും, നാളെ ഇറ്റലിയാവും, ഇക്കൊല്ലം ഇറ്റലിയാകും, നാളെ മറ്റ് അമേരിക്കയാവും. അവരിങ്ങനെ രാഷ്ട്രീയം, അവരിങ്ങനെ പാർട്ടി മാറിക്കൊണ്ടിരിക്കും. ഒരു യഥാർത്ഥമായ ഫുട്ബോൾ ടീം അവരുണ്ടാവില്ല. കാരണം എന്താ? അവരങ്ങനെ പോകാനുള്ള കാരണം ഇന്ത്യക്കൊരു ടീമില്ല. ഫുട്ബോൾ കളിക്കാൻ 100 കോടി ജനങ്ങളില്ല, 110 കോടി ജനങ്ങളില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യക്കൊരു 11 ടീമില്ല. ആ ടീമില്ലാതെ കൂടെ അവരിങ്ങനെ മാറി മാറി കളിക്കും. അർജന്റീനയുടെ കൂടെ പോകും, കുറെ കാലം മെസ്സിക്ക് വെച്ച് വെക്കും, മറ്റൊരു പോകും, അങ്ങോട്ട് പോകും, അവരിങ്ങനെ മാറി മാറി കളിക്കും. എന്നാൽ ക്രിക്കറ്റ്, ലോകകപ്പ് ക്രിക്കറ്റ് വരുമ്പോൾ എന്തുകൊണ്ട് ആസ്ട്രേലിയയുടെ ബോർഡ് വെക്കാത്തത് വരും? എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ ബോർഡ് വെക്കാത്തത്? സച്ചിന്റെ ഫോട്ടോ മാത്രമേ വെക്കുന്നുള്ളല്ലോ. ഷാഹിദ് അഫ്രീദിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഗിഗ്രിസിന്റെ ഫോട്ടോ നമ്മൾ ആരും വെച്ചത് കണ്ടില്ലല്ലോ. അതിന്റെ കാരണം എന്താ? ഇന്ത്യ രാജ്യത്തിന് ഒരു ടീമുണ്ട്. എന്നതുപോലെയാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം, അവർക്കൊരു ടീമില്ല. അവർ ആരുടെ കൂടെയും പോകും. ഒരു പ്രാവശ്യം അവർ BJPയുടെ കൂടെ പോയി, അടുത്ത പ്രാവശ്യം അവർ സമാജ്വാദി പാർട്ടിയുടെ കൂടെ പോകും, അടുത്ത പ്രാവശ്യം അവർ കോൺഗ്രസിന്റെ കൂടെ പോകും. ബാബരി പള്ളി തകർത്ത സമയത്ത് ആളുകൾ വന്ന് ചോദിച്ചു പറഞ്ഞു, നിങ്ങളുടെ പള്ളി തകർത്തത് BJPയാണ്, സോറി നിങ്ങളുടെ പള്ളി തകർത്തത് കോൺഗ്രസാ, നിങ്ങളുടെ പള്ളി തകർത്ത കോൺഗ്രസാ, നിങ്ങൾ കോൺഗ്രസ് തോൽപ്പിക്കണം. അവർക്കൊന്നും വേറൊന്നും മനസ്സിലാവണ്ട. പള്ളി തകർത്ത കോൺഗ്രസാ, കോൺഗ്രസ് തോൽപ്പിക്കണം. തോൽപ്പിച്ചു, അവർ കോൺഗ്രസിനെ തോൽപ്പിച്ചു. കോൺഗ്രസ് തോറ്റപ്പോൾ ആര് ജയിക്കുമെന്നുള്ള വിവരം അവർക്കില്ലായിരുന്നു. അവർ കോൺഗ്രസിനെ തോൽപ്പിച്ചു, ജയിച്ചത് BJP ആയിരുന്നു. അവർ തോൽപ്പിക്കലിന്റെ രാഷ്ട്രീയം കളിച്ചു, വിജയിപ്പിക്കലിന്റെ രാഷ്ട്രീയം അവർക്കറിയില്ല. അവരെ മാറി മാറിപ്പോയി. BJP ആയി പോയി, സമാജ്വാദി പാർട്ടിയായി പോയി, DMK ആയി പോയി, രാജ്യത്തുള്ള എല്ലാ പാർട്ടിയിലും അവർ പോയി. അവർക്കൊരു പാർട്ടിയില്ലായിരുന്നു. അവർക്കൊരു പാർട്ടിയില്ലായിരുന്നു. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം പോലെ ഒരു പാർട്ടിയുണ്ട്, ധോണിയെ പോലെ ഒരു ക്യാപ്റ്റനുണ്ട്. ആ ക്യാപ്റ്റന്റെ പേര് പാലക്കാട് ശിഹാബുദ്ദീനാണ്. ആ ടീമിന് യൂസുഫത്താരെ പോലെ അടിച്ചു തകർക്കുന്ന ഒരു ബാറ്റ്സ്മാനുണ്ട്. ആ ബാറ്റ്സ്മാന്റെ പേരാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ആ ടീമിന് ഒരു മികച്ച ഓൾറൗണ്ടറുണ്ട്. ആ ഓൾറൗണ്ടറുടെ പേരാണ് KM ഷാജി. ആ ടീമിന് മറ്റു നല്ല ബോളർമാരുണ്ട്. ആ ബോളർമാരുടെ പേരാണ് ഈ ടീം ബഷീറും മോയിൻകുട്ടിയും ഉമർ മാസ്റ്ററുമൊക്കെ. നമുക്കൊരു ടീമുണ്ടല്ലോ, അവിടെ ഒരു ടീമില്ല എന്നതുമായ ഒരു വ്യത്യാസം. ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാണ്, ഒരുപാട് പ്രയാസങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഘടനയെ ഇവിടെ നമ്മൾ വളർത്തിയെടുത്തത്. ഇന്ന് നേരത്തെ യാസർ സാഹിബിലൂടെ സൂചിപ്പിച്ചതുപോലെ മോഡിയുടെ യുഗം രാജ്യത്തിന് ഈ അപകടം സൃഷ്ടിക്കാൻ പോവുകയാണ്. ലീഗ് വിചാരിച്ചാൽ ചിലപ്പോൾ മോഡിയെ തോൽപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്കതിന്റെ പ്രതിഷേധങ്ങൾ ഉയർത്താൻ നമുക്ക് സാധിക്കും. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് ചെയ്യാനുള്ള പ്രവർത്തികൾ ഒരുപാടാണ്. ഈ സമൂഹത്തിൽ നമ്മുടെ പാർട്ടി നമുക്ക് നൽകിയ അഭിമാനകരമായ അസ്തിത്വം ധൈര്യത്തോടുകൂടി വിളിച്ചു പറയും. 2 മണിക്കും 3 മണിക്കും മതപ്രഭാഷണങ്ങൾ നടത്താൻ കേരളത്തിന് പ്രയാസവുമില്ല. ലീഗ് എന്താ ചെയ്തതെന്ന് ചോദിച്ചു നിൽക്കുന്ന മതസംഘടനകൾ ഉണ്ടാകും. അവർക്കൊക്കെ ഈ നാട്ടിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് ലീഗ, അവർക്ക് നിൽക്കാനുള്ള സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് ലീഗ. ഈ ഭരണം നിങ്ങൾ എടുത്തു നോക്കൂ. ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് വന്ന സമയത്ത് എല്ലാ സമയത്തും പറയുന്നത് ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ് ചെയ്യുന്നവർക്കൊന്നും വിവരമില്ല. വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെന്നാ പറയാറ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർക്ക് ഒരു വിവരമില്ല. ഈ വിദ്യാഭ്യാസ വകുപ്പ് വന്നതിന് ശേഷം വന്ന വിപ്ലവകരമായ മാറ്റം, അധ്യാപക പാക്കേജ് കൊണ്ടുവന്നു എന്നല്ല. നമ്മുടെ നാട്ടിലൊക്കെ അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്കൂളിൽ ജോലിക്ക് പോകും, വൈകുന്നേരം ഓട്ടോ ഓടിക്കും. സ്കൂളിൽ ജോലിക്ക് പോകും, മണൽ കോരാൻ പോകും. സ്കൂളിൽ ജോലിക്ക് പോകും, പീടികയിൽ നിൽക്കാൻ പോകും. സ്കൂളിൽ ജോലിക്ക് പോകും, വാർപ്പിന്റെ പണിക്ക് പോകുന്ന അധ്യാപകരെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊരു അധ്യാപകർക്ക് അധ്യാപക പാക്കേജിലൂടെ അവർക്ക് ഇവിടുത്തെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തി. നമ്മൾ നിരവധി സ്കോളർഷിപ്പുകൾ നേരത്തെ നാസർ സ്റ്റേറ്റ് മുഖ്യ സാഹിബിനെ നിങ്ങൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം. അദ്ദേഹത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ യൂണിറ്റിനോട് എനിക്ക് പറയാനുള്ളതാണ്. ഞങ്ങൾ ക്ഷമയോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ ആളുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ പുതുപ്പാടിയിൽ ഈ അടുത്ത കാലത്ത് ഒരു പെൻഷൻ അദാലത്ത് നടത്തി. മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതുപ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു ഐഡിയ പ്രകാരം ഞങ്ങൾ കൊടുത്തൊരു നിർദ്ദേശമായിരുന്നു പെൻഷൻ അദാലത്ത്. ആ യൂണിറ്റിലെ പുതുപ്പാടി പഞ്ചായത്തിലുള്ള മുഴുവൻ യൂണിറ്റുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, അതേപോലെ തന്നെ വിധവാ പെൻഷനുകൾ, അതേപോലെ മറ്റ് പെൻഷനുകൾ ഞങ്ങൾ കണക്കെടുപ്പിലൂടെ പഞ്ചായത്തിൽ സമർപ്പിച്ച് 100 കണക്കിന് ആളുകൾക്ക്, 500-ലധികം ആളുകൾക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. ഈ സാമൂഹ്യ സുരക്ഷാ വകുപ്പിൽ പ്രിയപ്പെട്ട മുനീർ സാഹിബിന്റെ വകുപ്പിൽ ഒരുപാട് സ്കീമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി അത് വാങ്ങിക്കൊടുക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു ത്രാണിയാകാൻ, അവർക്കൊരു കൈത്താങ്ങാവാനാവണം ഈ യൂത്ത് ലീഗിന്റെ ക്യാമ്പ് ഉപയോഗിക്കേണ്ടത്. ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളുണ്ടാവും, കർഷക പെൻഷൻ അവകാശപ്പെട്ടവർ, അതേപോലെ തന്നെ മറ്റ് പെൻഷനുകൾക്ക് അവകാശപ്പെട്ടവർ. അവരെ നിങ്ങൾ കണ്ടെത്തണം.
അവർക്ക് വേണ്ടി നിങ്ങളൊരു അദാലത്ത് നടത്തണം. നിങ്ങളുടെ അങ്ങാടിയിൽ നിങ്ങളൊരു മേശയിട്ട് ഫോമുകൾ പൂരിപ്പിച്ചു കൊടുത്ത് യഥാസമയം പഞ്ചായത്തിലെടുത്തിച്ച് പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ സാഹിബ് ഉൾപ്പെടെവരെ നിങ്ങൾ നേരിൽ കണ്ട് അവരുമായി സംസാരിച്ച് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗുമായി കോർത്തിണക്കിക്കൊണ്ട് ഈ യൂണിറ്റിന്റെ ഇന്നത്തെ ക്യാമ്പിന്റെ ഒരു പ്രഖ്യാപനമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളെ സേവിച്ച് ഈ നാട്ടിൽ ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ അത് മതി നിങ്ങൾക്ക് വിജയിക്കാൻ. ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയുടെ ഗുണം കിട്ടി. 2000 രൂപ വെച്ച് ഒരു ഫ്ലക്സ് വെക്കുന്നതിനേക്കാൾ വലുതായിരിക്കും ഒരു വിധവക്ക് 500 രൂപ 700 രൂപ ഒരു മാസത്തിൽ കിട്ടിയാൽ ആ യൂത്ത് ലീഗിന്റെ കുട്ടികളാണ് എനിക്ക് വാങ്ങിത്തന്നതെന്ന് പറയുമ്പോൾ ഇന്ന് സംഘടനക്കും നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിൽ കൂടി കിട്ടുന്നതിന് ഒരു സംഭവമായി മാറും. അതിനാവണം യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ. മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ്. നമ്മുടെ ഫോണുകളിലൂടെ പോലും പലതും ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ ശിഹാബ് തങ്ങളൊക്കെ കാണിച്ചു തന്ന മാതൃക. പാവങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച നേതാവ്. 35 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്. 35 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അഭിമാനത്തോടുകൂടി ഏതൊരു മുസ്ലിം ലീഗുകാരനും പറയാം, 35 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ വരാന്ത പോലും കേറാത്ത ഒരു നേതാവ് ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. പിണറായി വിജയൻ കോടതിയിൽ കയറി. അച്യുതാനന്ദൻ പലപ്പോഴും കോടതികൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജയരാജൻ കണ്ണൂരിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കുരങ്ങ് വലിഞ്ഞു കയറുന്നത് പോലെ ഒരു മതിലിന്റെ മുകളിലേക്ക് എടുത്തു ചാടുന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അണികളുണ്ടായിരുന്നു. അദ്ദേഹം കാണിച്ചു തന്ന മാതൃക. എല്ലാവരെയും ഒരുമിക്കാൻ ശ്രമിച്ചു. ഒരു പള്ളിയുടെ തർക്കമുണ്ടായി. ഒരു നാട്ടിൽ പള്ളിയുടെ മുകളിലേക്ക് പള്ളിയുടെ അടുത്തുള്ള ഒരു വീട്ടിന്റെ മുകളിൽ നിന്ന് ഓലയും തേങ്ങയും വീണിട്ട് പള്ളിയുടെ ഓട് പൊട്ടൽ ഒരു നിത്യ സംഭവമായി. ആ പള്ളിയുടെ മുകളിലേക്ക് ഓലയും അതേപോലെ തന്നെ തേങ്ങയും വീഴുന്നത് ഒരു ഹിന്ദു സഹോദരന്റെ വീട്ടിൽ നിന്നായിരുന്നു, പറമ്പിൽ നിന്നായിരുന്നു. ഈ ഹിന്ദു സഹോദരനോട് പള്ളി കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പറഞ്ഞു, ഒരുപാട് കാലമായി തുടങ്ങിയത് നിങ്ങൾ ഈ തെങ്ങൊന്ന് മുറിച്ചു മാറ്റണം. അയാൾ പറഞ്ഞാൽ തെങ്ങ് മുറിച്ചില്ല. പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ തെങ്ങ് മുറിക്കണം. ഇവര് തമ്മിൽ പ്രശ്നമായി. നാട്ടിലൊരു വർഗീയ സംഘർഷത്തിലേക്ക് പോയപ്പോൾ ആരോ പറഞ്ഞു നമുക്കൊന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് പോകാം. അയാൾ പറഞ്ഞു ആരെടുത്ത് പോയാലും പ്രശ്നമില്ല, തെങ്ങ് ഞാൻ മുറിക്കുന്ന പ്രശ്നമില്ല. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഒരു സ്ഥലത്തും ഈ ഹിന്ദു സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും മറുവശത്തും ഇരുന്ന് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചു. ഹിന്ദു സഹോദരൻ തലകായ്ക്ക് മൈൻഡ് ചെയ്യാതെ ഞാൻ എന്തായാലും മുറിക്കില്ല എന്നുള്ള ഭാവത്തിൽ അദ്ദേഹവും ഞങ്ങൾക്ക് അനുകൂലമായ വിധി കിട്ടുമെന്ന് കരുതി പള്ളി കമ്മിറ്റി ഭാരവാഹികളും അവിടെ ഇരുന്നു. ഒരുപാട് ഈ 2 പേരുടെയും വാദഗതികൾ കേട്ടതിന് ശേഷം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുന്ന് പറഞ്ഞു തെങ്ങ് മുറിക്കണ്ടെന്ന് പറഞ്ഞു. കേട്ട പള്ളി കമ്മിറ്റിക്കാർ ഞെട്ടിപ്പോയി. ഹിന്ദു സഹോദരൻ അതിലേറെ ഞെട്ടിപ്പോയി. എന്താ തങ്ങൾ പറഞ്ഞത്? പള്ളിയുടെ മുകളിലേക്ക് വീഴുന്ന നാട്ടിലൊരു വർഗീയ സംഘർഷം ഉണ്ടാകുന്ന ഈ തെങ്ങ് മുറിക്കണ്ടെന്ന് തങ്ങൾ പറയാ. തങ്ങൾ പറഞ്ഞു തെങ്ങ് മുറിക്കണ്ട. ഹിന്ദു സഹോദരൻ ഞെട്ടിപ്പോയി. തങ്ങൾ പറഞ്ഞു അതിൽ കായ് നൽകുന്ന ഒരു ഫലവൃക്ഷമാണ്. ആ തെങ്ങ് നിങ്ങൾ മുറിക്കണ്ട. പകരം നിങ്ങൾ ആ തേങ്ങയും അതേപോലെ തന്നെ ഓലയും വീഴുന്നത് കൊണ്ട് നമ്മുടെ പള്ളിയുടെ ഓട് പൊട്ടുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഓട് മാറ്റി ആ പള്ളി നിങ്ങൾ കോൺക്രീറ്റ് ചെയ്തോ. കോൺക്രീറ്റ് ചെയ്യാനുള്ള പള്ളിക്ക് വേണ്ടി ആദ്യ സംഭാവന ഞാൻ തരാമെന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പണമെടുക്കാൻ എണീറ്റുന്ന സമയത്ത് ഹിന്ദു സഹോദരൻ പറഞ്ഞു തങ്ങളെ എന്താ തങ്ങളെ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് വേണ്ട തങ്ങളെ എന്റെ തെങ്ങ്, എനിക്കെന്റെ തെങ്ങ് വേണ്ട തങ്ങളെ. നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ കൂടെ നിങ്ങൾ നിൽക്ക്. ഈ പള്ളി കമ്മിറ്റിയെ മാറ്റി നിർത്തി എന്റെ കൂടെ നിൽക്ക്. എനിക്ക് ആ തെങ്ങ് വേണ്ട തങ്ങളെ. ഞാൻ ആ തെങ്ങ് മുറിക്കുമെന്ന് പറഞ്ഞ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തെങ്ങ് മുറിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുറിക്കുമെന്ന് പറഞ്ഞ് പാണക്കാരെന്ന ഹിന്ദു സഹോദരൻ ഇറങ്ങിപ്പോയി. വാളെടുത്താൽ വിജയിക്കുമായിരുന്നു. അപ്പുറത്തെ മങ്ങി നാളെ LDF-കാരൻ പറയുന്നത് പോലെ വെട്ടാ, നമുക്ക് രാവിലെ പോയി വെട്ടാ, വൈകുന്നേരം ബാക്കി വരുന്ന കാട്ടെ സമുദായം പെടണ്ടല്ലോ, ചോര കാണാന്ന് പറഞ്ഞ് പോയി വെട്ടില്ലെങ്കിൽ എന്തുണ്ടാകും? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സൗമ്യതയുടെ വാക്കുകേട്ട് ഹിന്ദു സഹോദരന്റെ മനസ്സിൽ പോലും മാറ്റമുണ്ടായി. അദ്ദേഹം സൗമ്യതയുടെ പ്രശ്നം പരിഹരിച്ചു. അതായിരുന്നു തങ്ങൾ. രാത്രി 12 മണിക്ക് 2 മണിക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ തിരൂര് കടപ്പുറത്ത് പരപ്പനങ്ങാടി കടപ്പുറത്ത് നിന്നുകൊണ്ട് മുക്കുവന്മാർ മീൻ കിട്ടുന്നില്ല, കടലിൽ നിന്ന് മീൻ കിട്ടുന്നില്ല, തങ്ങളെന്ന് വന്ന് ദുആ ചെയ്യണമെന്ന് രാത്രി 2 മണിക്ക് വന്ന് പറഞ്ഞപ്പോൾ എവിടെയോ ദൂരയാത്ര കഴിഞ്ഞ് വന്ന തങ്ങൾ
അവിടെ നിന്ന് തന്നെ അപ്പോൾ തന്നെ തന്റെ ഡ്രസ് പോലും മാറ്റാതെ പരപ്പനങ്ങാടി കടപ്പുറത്തേക്ക് കടന്നുപോയി അവിടെ പോയി ദുആ ചെയ്ത് തിരിച്ചു പോരുന്ന തങ്ങൾ. അതല്ലേ നേതൃത്വം? തിരൂരിൽ തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ തകർന്നു വീണു ആക്രമിക്കാൻ. തിരൂരിൽ വലിയൊരു വർഗീയ കലാപത്തിലേക്ക് തിരൂർ പോയ സമയം സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ അമേരിക്കയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് വന്ന ഉടനെയാണ് പ്രശ്നം. ഉടനെ തന്നെ പരിശുദ്ധമായ ജുമുഅ നമസ്കാരത്തിന് ശേഷം സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ ഉടനെ തന്നെ അവിടേക്ക് പോയി തിരൂർ തളിക്ഷേത്രത്തിലേക്ക്. തിരൂർ തളിക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയിട്ട് തങ്ങൾ പറഞ്ഞത്, ഇത് ചെയ്തവനെ വെറുതെ വിടരുത്, ഇതാരാണെങ്കിലും അവനെ പിടികൂടുക തന്നെ ചെയ്യണമെന്ന് സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ പറഞ്ഞിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഗോപുരത്തിന്റെ തളിക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ട സഹായങ്ങൾ ഞാനും എന്റെ സമുദായവും സംഘടനയും ചെയ്തു തരാമെന്ന് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രഗത്ഭരായ എഴുത്തുകാരൻ MD വാസുദേവൻ നായർ മറുപടി പറഞ്ഞത്, സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ ഇസ് ദ ഗോൾഡൻ സ്റ്റാർ ഓഫ് കേരള. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ജലിക്കുന്ന നക്ഷത്രമാണ്, സുവർണ നക്ഷത്രമാണ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ. കുർദീബ് നയ്യാർ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരൻ തങ്ങൾ മരിച്ച സമയത്ത് അതേ ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ ഹെഡിങ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ മതേതരത്വത്തിന്റെ അവസാനത്തെ പ്രവാചകനും യാത്രയായിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനാവാതെ രാഷ്ട്രീയക്കാരല്ലാത്തവരുടെ മുഴുവൻ ഒരു രാഷ്ട്രീയക്കാരനായി രാഷ്ട്രീയക്കാരുടെ മുഴുവൻ അവരുടെ മുഴുവൻ ആദരവ് പിടിച്ചു വയ്ക്കുക. ഒരു മത നേതാവായി മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും അംഗീകാരം പിടിച്ചു വയ്ക്കുക. ഒരു വലിയ സാമൂഹിക നേതാവായി രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും സ്നേഹം പിടിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് കാണാം സഖാവ് കേളപ്പന്റെയും സഖാവ് AKGയുടെയും ഒക്കെ സ്മാരകങ്ങൾ പൊട്ടിക്കുന്ന ബസ് സ്റ്റോപ്പുകൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം. അവരുടെ സ്മാരകങ്ങൾ അതാണെങ്കിൽ സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾക്ക് നമ്മൾ നൽകിയ സ്മാരകം ബൈത്തുർ റഹ്മയാണ്. സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾക്ക് നമ്മൾ നൽകിയ സ്മാരകം എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതികളാണ്. സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ അവര് ബസ് സ്റ്റോപ്പിന്റെ മുകളിൽ ഉറങ്ങുമ്പോൾ സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങൾ രാജ്യം ഇറക്കുന്ന സ്റ്റാമ്പിന്റെ മുകളിൽ സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങളുടെ ഫോട്ടോ വന്നിറങ്ങിയിരുന്നു. അതാണ് അംഗീകാരം. ആരോടുമൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആട്ടിക്കോളേണ്ടവരാണ്, നിങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കാത്തവരാണ്, നിങ്ങളൊന്നിനും പറ്റാത്തവരുടെ തലമുറക്കാരാണെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഞങ്ങൾ ജനിച്ചത് വി ആർ ബോൺ ഇന്ത്യൻ, വി ആർ ലിവിംഗ് ഇന്ത്യൻ, വി ആർ ഡൈയിങ് ഇന്ത്യൻ. ഞങ്ങൾ ജനിച്ചത് ഭാരതത്തിൽ, ഞങ്ങൾ ജീവിക്കുന്നത് ഭാരതത്തിൽ, ഞങ്ങൾ മരിക്കുന്നത് ഭാരതത്തിൽ എന്ന് പറഞ്ഞ് ഇവിടെ ഉറച്ചു നിന്നൊരു സമൂഹത്തിന് നേര് നൽകി ഒരു പച്ച പതാക കാണിച്ചു കൊടുത്ത്, കോണി കാണിച്ചു കൊടുത്ത് അഭിമാനകരമായ അധികാരത്തിന്റെയും ശ്രേണിയുടെയും ഉന്നതങ്ങളിലേക്ക് ഒരു സമുദായത്തെ പഠിച്ചു നടത്തവരാണ് ലീഗ്. ആ ലീഗിന് ശക്തി പകരാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഞാൻ എന്റെ പ്രസംഗം അധികരിപ്പിക്കുന്നില്ല. ഒരുപാട് നേരത്തെ തുടങ്ങിയതായതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന കാലഘട്ടം മുസ്ലിം ലീഗിന്റെ കാലഘട്ടമായി മാറ്റണം. തോൽവികൾ വന്നു, നമുക്ക് എത്ര തോൽവികൾ, നമ്മൾ എത്ര വിഷമിച്ചു പോയി. ഗുരുവായൂരിൽ നമ്മൾ തോറ്റുപോയില്ലേ? മഹാനായ സമദാനി അബ്ദുൽ സമദാനി തോറ്റത് നമ്മൾ കണ്ടില്ലേ? സമദാനി തോറ്റ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിന്റെ തിരുനടയിൽ ഭണ്ഡാരം പൊട്ടിച്ച സമയത്ത് ഒരു സ്വർണത്തിന്റെ ഒരു കോടിച്ചിഹ്നം കിട്ടിയെന്ന പറഞ്ഞത്. സ്വർണത്തിന്റെ കോടിച്ചിഹ്നം സമദാനി ജയിക്കാൻ മുസ്ലിങ്ങളല്ലാത്തവർ ചെയ്തു. KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ 10,000 വോട്ടുകൾക്ക് പ്രകാശൻ ബാബു മാസ്റ്ററേക്കാൾ പിന്നിലായിരുന്നപ്പോൾ എണ്ണാനുള്ളത് 10% വോട്ട്. 10% വോട്ട് മാത്രം എണ്ണാനുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 1000-ൽ കുറവ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട KM ഷാജി ജയിക്കുന്നത് മറ്റു മതസ്ഥർ നമുക്ക് നൽകിയ അംഗീകാരം കൊണ്ടാണ്. അവരെ നമ്മളെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ആ ബഹുമാനം നമ്മൾ ഏറ്റുവാങ്ങിയത് ആരോടും ഏറ്റുമുട്ടാതെ, ആരെയും പ്രകോപിതരാക്കാതെ, ആരുടെ അവകാശങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലാതെ നമ്മുടെ നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, ഈ സംഘടനയെ നമുക്ക് കൂടുതൽ ഊർജ്ജത്തോടുകൂടി മുന്നോട്ട് പോകണം. നമുക്ക് ആരോടും എതിർപ്പില്ല. എതിർപ്പ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അബ്ദുൽ നാസർ മഅ്ദനിയോട് ഉണ്ടാവണം. അതുകൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞത് നിങ്ങൾ അറിയില്ലേ? മഹാനായ സയ്യിദ് മുഹമ്മദ് ഇസ്ഹാഖ് തങ്ങളെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ നമ്മൾ കേട്ടതല്ലേ? 10 വർഷം കാരാഗ്രഹത്തിൽ കടന്നു വന്നുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് വരുന്നൊരു രംഗം നമ്മുടെ മനസ്സിലുണ്ട്. ശംഖുമുഖം കടപ്പുറത്ത് അദ്ദേഹം വന്ന സമയത്ത് ഇടതുപക്ഷം കേരളക്കാരെ ഭരിക്കുമ്പോൾ
സഖാവ് കൊടിയേരിയും സഖാവ് പന്നിനും സഖാവ് പാലോളിയും സഖാവ് വിശ്വനും അടക്കമുള്ള CPM-ന്റെ ഒരു നിര ശംഖുമുഖം കടപ്പുറത്ത് പോയപ്പോൾ പത്രക്കാർ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചു, തങ്ങളെ എന്താ നിലപാട്? എല്ലാവരും മഅ്ദനിയെ തോൽക്കുന്ന സമയത്ത് ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിലപാടിനൊരു മാറ്റമില്ല, മഅ്ദനിയുടെ നിലപാട് ഞങ്ങൾ എതിർക്കുന്നു. ശിഹാബ് തങ്ങളുടെ വാക്ക് കേട്ട് നമ്മൾ പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശിഹാബ് തങ്ങൾ അത് പറഞ്ഞു, മഅ്ദനി അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു, പൊന്നാനി പിണറായി വിജയെ പുസ്തകം ചാർത്തി പിണറായി വിജയൻ ഈ മല തന്നെ, ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ആകാശത്തിന്റെ മുകളിലൂടെ കടന്നു പോകാൻ പ്രാണിയുള്ളവരുണ്ടെങ്കിൽ അത് പിണറായിയാണെന്ന് പറഞ്ഞു. E.T. മുഹമ്മദ് ബഷീറിനെ തോൽപ്പിക്കാനിറങ്ങി, തങ്ങളെ കുറ്റം പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉയർത്തി പ്രസംഗിച്ചു, നാടിനീളെ പ്രസംഗിച്ചു. E.T. മുഹമ്മദ് ബഷീറിനെ പരാജയപ്പെടുത്താൻ വന്നാൽ ഒരു വശത്ത് പിണറായി വിജയനെയും മറുവശത്ത് KT ജലീലിനെയും ഇരുത്തി ലീഗിനെതിരെ വന്നാൽ നമ്മൾ ജയിച്ചു. നമ്മൾ പൊന്നാനി അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ജയിച്ചു. നമ്മൾ ജയിച്ചു കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം തന്നെ മഅ്ദനിയെ പിടിച്ചു കൊടുത്തു. ആ മഅ്ദനി പ്രയാസം അനുഭവിച്ചപ്പോൾ, ആ മഅ്ദനി വലിയ ദുഃഖം അനുഭവിക്കുന്നത് നടന്നപ്പോൾ ആ മഅ്ദനിയെ കാണാൻ മഹാനായി E.T. മുഹമ്മദ് ബഷീർ ചെല്ലുന്നു. അതാണോ ലീഗിന്റെ രാഷ്ട്രീയം? അതാണ് ലീഗിന്റെ രാഷ്ട്രീയം. ശത്രുവിനെ എന്നും ശത്രുവായി കണ്ടിട്ടില്ല. രാഷ്ട്രീയ ഗോപുരത്തിനപ്പുറത്ത് മനുഷ്യബന്ധങ്ങളുടെ E.T. പോയി അവിടെ ബംഗളൂരുവിൽ അവിടെ പോയി അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് അവിടെ വന്ന സമയത്ത് അവിടെ MA ബേബി അവിടെ എത്തിയിട്ടുണ്ട്. MA ബേബി എത്തിയ സമയത്ത് നമുക്കറിയാം, അവസാനം MA ബേബി എത്തിയ താടിയൊക്കെ കൂപ്പിട്ട് മുമ്പിൽ തന്നെ ഇരിക്കുക. അവസാനം E.T. എത്തിയ സമയത്താണ് വരുന്നത്. അതുവരെ അവർ പോയില്ല. നമ്മളിപ്പോ ഒരു പെണ്ണിനെ ഒരു നിക്കാഹ് ഉറപ്പിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ച് കല്യാണത്തിന് അന്ന് പണ്ട് കാണാൻ വന്ന ചെങ്ങവേരി എനിക്ക് ഒന്നുകൂടി അവിടെ കാണിച്ചു തരുമെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? രണ്ടാമത് കൊടുക്കും. എന്ന പോലെ മകനെ കാണാൻ വേണ്ടി ഇയാളിങ്ങനെ വന്നിരിക്കുക. MA ബേബി വന്നിരിക്കുന്ന സമയത്ത് MA ബേബി മഅ്ദനിയെ കണ്ട് അദ്ദേഹം തിരിച്ചു പോന്നു. പക്ഷേ E.T. മഅ്ദനിയെ കണ്ട് തിരിച്ചു പോകുന്നില്ല. ഗവർണറെ അടുത്ത് പോയി, അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി E.T. മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു. പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയി, അബ്ദുറഹ്മാൻ രണ്ടത്താണി പോയി. അദ്ദേഹത്തെ കണ്ടു. നിങ്ങൾ അറിയണം, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം കൊല്ലത്ത് വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് കൊല്ലത്ത് വന്ന സമയത്ത് ലൈവായി നടത്തുന്ന മഅ്ദനിയുടെ ആ വിവാഹ ചടങ്ങ്, അദ്ദേഹം മകളുടെ നിക്കാഹ്, ആ വിവാഹത്തിന്റെ നിക്കാഹ് നടക്കുന്ന സമയത്ത് 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വശത്ത് പിണറായിയെയും ഒരു വശത്ത് ജലീലിനെയും E.T.യെ തോൽപ്പിക്കാൻ വന്ന അതേ മഅ്ദനി ഒരു വശത്ത് E.T.യെയും ഒരു വശത്ത് പിണറായിയെയും ഇരുത്തി E.T.യാണ് എന്നെ സഹായിച്ചതെന്ന് പറയാൻ പ്രാണിക്കാട്ടിൽ കാട്ടുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് പോയതെങ്കിൽ അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. നമ്മൾ ആരെയും ബദ്ധശത്രുക്കളായി കാണുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ നാടിൽ നമ്മുടെ പച്ചപ്പതാക ഉയർന്ന് പഠിപ്പാകണം. നാളെ വരുന്ന ഈ തലമുറയുടെ കയ്യിൽ നമ്മുടെ ഹരിത പതാക ഉണ്ടാവണം. ഇവിടെ MSF-നും മുസ്ലിം യൂത്ത് ലീഗിനും വലിയ ബാധ്യത അതിനുണ്ട്. നാളെ വരുന്ന ഒരു തലമുറ NDF-ലേക്ക് പോയാൽ, അവർ തീവ്രവാദത്തിലേക്ക് പോയാൽ, അവർ തിന്മയിലേക്ക് പോയാൽ, അവർ കള്ളുകുടിയന്മാരും കഞ്ചാവലിക്കുന്നവരും തിന്മ ചെയ്യുന്നവരുമായാൽ അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങളുടെ യുവത്വം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ രോഗത്തിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ എന്ത് ചെയ്തെന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടവരായി നമ്മളൊക്കെ ഉണ്ട്. നാളെ അടുത്തൊരു ലോകം വരാനുണ്ട്. ഇതൊരു ശാസ്ത്രീയമല്ല, ഇതൊന്നിലൂടെ നിൽക്കില്ല എന്നുള്ള ബോധം ഉള്ളവരാണ് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ളവരാണ്. ഇവിടെ നമ്മളൊരു വിത്തിറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയുമ്പോൾ ഞാൻ ലീഗിൽ പോയപ്പോൾ ഇന്നയാളെ സഹായിച്ചിട്ടുണ്ട്, നാടിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളവരായി നാളെ നമ്മൾ മാറണം. ഈ തലമുറയെ നേരിന്റെ പാതയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചു നിർത്തുന്നു. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.